നമസ്തേ. പുതൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ബി.ജെ.പി. വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും. കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാനാധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കൺവെൻഷന് തുടക്കം തൃശൂരിൽ. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ 52 പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. അപകടം തടികൊണ്ടുണ്ടാക്കിയ ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പുതഞ്ഞതിനാൽ മത്സരം കാണാനെത്തിയത് 4000 പേർ. ഷൈനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കൊച്ചിയിൽ ഇന്ന് നിർണായക യോഗങ്ങൾ. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി നടിയിൽ നിന്നും ഷൈനിൽ നിന്നും തെളിവെടുക്കും. ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും ഇന്ന്. നാലാം ഘട്ട സമരം പ്രഖ്യാപിക്കാൻ ആശാവർക്കർമാർ. ബഹുജന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപക സമര പരിപാടികൾ പ്രഖ്യാപിച്ചേക്കും. സർക്കാരിനോട് അനുനയം വേണ്ടെന്നും തീരുമാനം. സമരം ഇന്ന് 71ാം ദിവസം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഭാരതത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ചകൾ. വിവിധ വിഷയങ്ങളിൽ ചർച്ച. ഡൽഹിയും ജയ്പൂരും ആഗ്രയും സന്ദർശിക്കും. ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ്. മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിന്റെ ഉറപ്പ്. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഹമാസ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ്. മുംബൈയുടെ ജയം 9 വിക്കറ്റിന്. കളിയിലെ താരമായി രോഹിത് ശർമ്മ. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ക്വാർട്ടറിൽ കടന്ന ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. ഇന്നു മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആദ്യ ദിനമായ ഇന്ന് തൃശൂരിലാണ് കൺവെൻഷന്റെ തുടക്കം. സംസ്ഥാന അധ്യക്ഷനായ ശേഷം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ആദ്യ സംസ്ഥാന പര്യടനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ബി.ജെ.പി. നടത്തുന്ന വികസിത കേരളം കൺവെൻഷന് ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം കുറിക്കും. തൃശൂരിലാണ് ആദ്യ കൺവെൻഷൻ. രാവിലെ 8:30 ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന യോഗവും 10 മണി മുതൽ 12 മണി വരെ വികസിത കേരളം കൺവെൻഷനും നടക്കും. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരി നേതാക്കളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും കഴിഞ്ഞ 2 തവണ സ്ഥാനാർത്ഥിയായവരും NDA നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഇൻചാർജുമാരുടെ പ്രഖ്യാപനവും നടക്കും. കൺവെൻഷന് ശേഷം ജില്ലയിലെ പ്രധാന വ്യക്തികളെ സംസ്ഥാന അധ്യക്ഷൻ നേരിൽ കാണും. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ രണ്ടാമത്തെ സംഘടനാ ജില്ലയിലെ വികസിത കേരള കൺവെൻഷൻ നടക്കും. വൈകിട്ട് 6 മുതൽ 7:30 വരെ ജില്ലാ കോർ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന നേതൃയോഗവും ചേരും. മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലയിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. എല്ലാ ജില്ലകളിലും നടക്കുന്ന വികസിത കേരളം കൺവെൻഷനിൽ ബി.ജെ.പിയുടെ മിഷൻ 2025 സംസ്ഥാന പ്രസിഡന്റ് അവതരിപ്പിക്കും. ജനം, തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനു സജീവ് ചേരുന്നു. സനു, ഗുഡ് മോർണിംഗ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ?
വികസിത കേരളം കൺവെൻഷന്റെ എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ട് തൃശ്ശൂരിലെത്തുന്ന രാജീവ് ചന്ദ്രശേഖറിനെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലയിൽ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷനെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതായത് തൃശ്ശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം നൽകും. തുടർന്ന് സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹത്തെ ആനയിക്കും. തുടർന്നാണ് സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത്. അതായത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം പുതിയ പ്രവർത്തന രീതികളിലേക്ക് പാർട്ടി മാറുന്നതിന്റെ സൂചനയാണ് ഈ ഒരു വികസിത കേരളം കൺവെൻഷൻ. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പാർട്ടി സംവിധാനങ്ങളെയെല്ലാം കൂടുതൽ ഉത്തേജിപ്പിക്കാൻ, അല്ലെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ നാന്ദി കുറിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് BJP ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും അതിനുവേണ്ട എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ്. അതായത് സിറ്റി ജില്ലയുടെ, അതായത് തൃശ്ശൂർ സിറ്റി ജില്ലയുടെ പഞ്ചായത്ത് സെക്രട്ടറി ഉപരി നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതായത് പാർട്ടിയുടെ സജീവ അംഗങ്ങളടക്കം ഒരു 1400ഓളം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു സമ്മേളനത്തിനാണ് ഈ തൃശ്ശൂർ സാക്ഷിയാവാൻ പോകുന്നത്. അതായത് മിഷൻ 2025, അതായത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊട്ടെ, അതായത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു മിഷൻ 2025, ആ മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തകരെ തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. എന്തായാലും അതിനുവേണ്ട എല്ലാ നടപടികളും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 1400ഓളം പ്രവർത്തകരെയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതായത് നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾ, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ളവർ, അങ്ങനെ പാർട്ടിയുടെ സജീവമായ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ജില്ലാ പ്രസിഡന്റ്, തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബും ചേരുകയാണ്. ഇതിന്റെ ഈ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പരിപാടികൾ ഏകോപിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്തൊക്കെയാണ് പരിപാടികൾ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആദ്യമായി തൃശ്ശൂരിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പാണ് തൃശ്ശൂർ സിറ്റി ജില്ല ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന രാജീവ്ജി, അതിരാവിലെ തന്നെ എത്തുന്ന രാജീവ്ജിയെ വലിയ പ്രവർത്തക സാന്നിധ്യത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കും. BJPയുടെ സജീവ അംഗങ്ങളും പാർട്ടിയുടെ ജനപ്രതിനിധികളും അതുപോലെ സീനിയറായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരും NDAയുടെ നേതാക്കന്മാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഏകദേശം 1700-ൽ പരം പാർട്ടിയുടെ കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന ഒരു വലിയ കൺവെൻഷനാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ കൺവെൻഷനിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. 300+ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സിറ്റി ജില്ലയ്ക്കകത്ത് 300-ൽ പരം ജനപ്രതിനിധികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കങ്ങളും അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമാണ് നടക്കുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 4 മണിക്ക് സൗത്ത് ജില്ലയുടെ, തൃശ്ശൂരിലെ സൗത്ത് ജില്ലയുടെ വികസന കൺവെൻഷൻ ആയിരിക്കും നടക്കുക. അതിലും വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവിടെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. 1400-ലധികം പ്രവർത്തകർ, സജീവ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പാർട്ടി നേതാക്കൾ അടക്കം ഈ പരിപാടിയിലും പങ്കെടുക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. രോഹിണി. ശരി സനു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരള കൺവെൻഷനുകൾക്കും ജില്ലാ ഇന്നു മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആദ്യ ദിനമായ ഇന്ന് തൃശ്ശൂരിലാണ് കൺവെൻഷന്റെ തുടക്കം. സനു സജീവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ആശാവർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക്. പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയ ആശാവർക്കർമാർ പ്രതികാര നയം സ്വീകരിക്കുന്ന സർക്കാരിനോട് അനുനയം ഇല്ലെന്നും ആശമാർ. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, ആശമാരുടെ സമരം 70 ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഈ നയത്തോട്, പ്രതികാര നയം സ്വീകരിക്കുന്ന നിലപാടിനോട് യാതൊരു തരത്തിലും അനുനയം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. അവർ സമരം കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സമരത്തിൻ്റെ 4ാം ഘട്ടം എങ്ങനെയായിരിക്കുമെന്നാണ് കരുതേണ്ടത്?
രോഹിണി നമസ്തേ, ഗുഡ് മോർണിംഗ്. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 71ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. ആ പോരാട്ട വീര്യത്തിന് ആ 71 ദിനരാത്രങ്ങളാവുകയാണ് ഇന്നത്തോടുകൂടി. ആശമാർ അവർ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകാനും അവർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് സമാന്തരമായി ആരംഭിച്ച നിരാഹാര സമരം, 3 അമ്മമാർ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് 33 ദിവസം ആകുകയാണ്. ആ നിരാഹാര സമരവും അതിൻ്റെ സമരം ഒരു 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ആശമാർക്ക് പ്രത്യേകമായി, അതായത് സർക്കാർ ആശമാരോട് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോഴും ആശമാരോട് കനിവ് കാട്ടിയ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും അവിടുത്തെ ഭരണസമിതിയും ഇന്ന് ആശമാർ നേരിട്ട് തന്നെ അവരുടെ ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സമരത്തിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ബിന്ദു ചേച്ചി ചേരുന്നില്ല. ചേച്ചി, ഇപ്പോൾ സർക്കാർ എല്ലാ തരത്തിലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. ആ ദ്രോഹിക്കുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവർ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നടക്കില്ല എന്നാണ് ആദ്യം തന്നെ മന്ത്രി പറഞ്ഞത്. അങ്ങനെ എങ്ങനെയാണ് അത് നടത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത്. നിങ്ങളുടെ വകുപ്പ് മന്ത്രി തന്നെ, വനിതാ ശിശു വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാ മന്ത്രിമാരും കൈയൊഴിയുന്നു, സഹായിക്കാൻ വന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഈ സമരത്തിൻ്റെ 71ാം ദിനം നിങ്ങളൊരു പ്രതികരണം? തീർച്ചയായിട്ടും സർക്കാർ നമ്മളോടൊരു അനുഭാവപൂർവമായ നിലപാടെടുത്തില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 71 ദിവസം ഞങ്ങൾക്ക് സമരം നീണ്ടുപോകേണ്ടുന്നതും 33 ദിവസം നിരാഹാര സമരം കിടക്കേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾ വെച്ച ഡിമാൻഡ് നേടിയെടുത്തിട്ടേ പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എന്ത് ദ്രോഹങ്ങൾ ചെയ്താലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും ഇത് നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിരുന്നല്ലേ ഈ സമരം നടത്തുന്നത്, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനുള്ളിൽ ഇരുന്നല്ലേ സമരം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും തടസ്സമൊന്നുമില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് നമ്മൾ അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നോട്ടില്ല. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ സമരമായിട്ട് പോകും. സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത്തരം ഒരു നിലപാടുമായിട്ട് വന്നത്. അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ അത് എന്താണോ ഇവർ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് നമുക്കറിയത്തില്ല. കേരളവും ഇങ്ങനെ എല്ലാവരും സംശയത്തോടെ നോക്കുകയാണ്, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടുന്നത് എന്നുള്ളത് കേരള ജനത ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് ഉത്തരം പറയേണ്ടുന്നത് കാലവും ചരിത്രവും ഇവർ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വിഷമമില്ല. ഈ കഴിഞ്ഞ ദിവസം LDF കൺവീനർ ഒരു പ്രതികരണം നടത്തിയത് ആശാ വർക്കർമാർ 21,000-ഓളം വരുന്ന കേരളത്തിൽ ആശാ വർക്കർമാരുണ്ട്. അതിൽ ഈ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ എത്ര ആശാ വർക്കർമാരാണ് സമരത്തിനിരിക്കുന്നത്? ഞാൻ വർഷങ്ങളായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് സമരം നടത്തുമ്പോൾ ചില ഡിമാൻഡുകൾ വെക്കും, ചില നടക്കുന്ന ഡിമാൻഡ് വെക്കും, ചില നടക്കാത്ത ഡിമാൻഡ് വെക്കും. പക്ഷേ സമരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ തുടങ്ങുമ്പോൾ സമരം എങ്ങനെ അവസാനിപ്പിക്കണമെന്നും ആ ഡിമാൻഡുകളിൽ എങ്ങനെ വിട്ടുവീഴ്ച നടത്തണമെന്നും ഒക്കെ ഒരു സമരം നടത്തുന്ന ആൾക്കാർക്ക് ഒരു ബോധം വേണം എന്നതാണ് LDF കൺവീനർ പറഞ്ഞത്. ആ ട്രേഡ് യൂണിയൻ നേതാവിനോട് ആശാപ്രവർത്തകർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഇക്കാലം അത്രയുമുള്ള ട്രേഡ് യൂണിയൻ അനുഭവ പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ പക്ഷം മാറി എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു തൊഴിലാളി സമരങ്ങൾ ഇപ്പോൾ നമ്മൾ ആശാവർക്കർമാരെ കൊണ്ടുവരേണ്ട സമയത്ത് ഇവിടെ കൊണ്ടുവരുന്നില്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആശാവർക്കർമാർ ഇവിടെ വന്നില്ലേ ഈ സമരത്തോടൊപ്പം ഇല്ലേ? കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർ നമ്മളോടൊപ്പമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഓരോ ഘട്ടങ്ങളിലാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ വെക്കുന്ന ഡിമാൻഡ് ന്യായമാണെങ്കിൽ അതിനോടൊപ്പം എത്ര പേരുണ്ട് ഇല്ല എന്നുള്ളതല്ല, ആ ഡിമാൻഡാണ് ചർച്ച ചെയ്യുന്നത്. അതിനോടൊപ്പം എത്ര പേരുണ്ടെന്നുള്ളതല്ല. അദ്ദേഹം AKGയും P കൃഷ്ണപിള്ളയും അടക്കമുള്ള അവരുടെ നേതാക്കന്മാർ നടത്തിയ തൊഴിലാളി സമരങ്ങളും അതിൻ്റെ സംഘാടനത്തിൻ്റെയൊക്കെ ചരിത്രം അവർ ഇപ്പോൾ കാലഘട്ടം മാറിയപ്പോഴത്തേക്ക് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകും. അതൊന്നുകൂടെ എടുത്ത് വളരെ അവധാനതയോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെന്തായിരുന്നു ചോദിച്ചത്? ഇപ്പോൾ നമ്മളോട് ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച ഒരു കാര്യം കൂടി രോഹിണി ചേർത്ത് പറയാനുണ്ട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ചെത്തുതൊഴിലാളികളുടെ സമരവുമായി ആദ്യം എത്തുന്നത് CITU ആയിരുന്നു. അന്ന് CITUവിൻ്റെ നേതാവായിരുന്ന ആനന്ദൻ ആ സമരവുമായി എത്തുന്ന സമയത്ത് ഏറ്റവും ആദ്യം ആ സമരത്തെ സ്വാഗതം ചെയ്തത്
അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. പക്ഷേ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഇന്ന് CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണന് ഒരു തൊഴിലാളി സമരത്തെ അതിൻ്റെ ട്രേഡ് യൂണിയൻ ആശയങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കാനല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനും കഴിയുന്നില്ല, ആ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ആവശ്യങ്ങൾ പറയാനും സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചേർത്ത് പറയേണ്ടിയുണ്ട്. എന്തായാലും ജനറൽ കൺവീനർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 71 ദിവസവും അവർ വെച്ച ഡിമാൻഡാണ് ആ സമരത്തിന് ഇത്രയും നെടുനായകത്വം നൽകുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആവശ്യമാണ്. കാരണം ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സമരത്തെ നേതൃത്വം നൽകുന്നത്. ആ ആവശ്യം നേടിയെടുത്തതിനു ശേഷം മാത്രമേ ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നതുമാണ് അവരുടെ ഈ സമരത്തിൻ്റെ ആത്മാഭിമാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് ജനറൽ കൺവീനർ സൂചിപ്പിച്ചതുപോലെ 4ാം ഘട്ട സമരമാണ് ഇന്ന് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രാദേശിക തലത്തിലായിരിക്കും ഇനിയുള്ള ആശാപ്രവർത്തകന്മാരുടെ സമരം ഉണ്ടാവുക. അത് ആശാപ്രവർത്തകന്മാർ പ്രാദേശിക തലത്തിലേക്ക് സമരം വ്യാപിപ്പിച്ചാൽ ഞാനും രോഹിണിയും അടക്കം കേരളത്തിലെ മലയാളികൾ അതെല്ലാം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം ആശാപ്രവർത്തകർ, ഒരു വാർഡിൽ ഒരു ആശാപ്രവർത്തകയുണ്ട്. ആശാപ്രവർത്തകർ ചെയ്യുന്ന ജോലി അത് വളരെ വലുതാണ്. കാരണം എൻ്റെയും രോഹിണിയുടെയും മറ്റു ഈ കാണുന്ന പ്രേക്ഷകരുടെയും എല്ലാവരുടെയും കുടുംബത്തിലേക്ക് സഹായഹസ്തവുമായി എത്തുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളുമായി എത്തുന്ന, സർക്കാരിനെയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ജാലക ശക്തി കൂടിയാണ് ആശാവർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രാദേശിക തലത്തിലേക്കാണ് ഇനി ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വലിയ രീതിയിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആശാപ്രവർത്തകരുടെ ഈ 71 ദിവസത്തെ സമരം ഇത് 4ാം ഘട്ടത്തിലേക്ക് പോകും. ഇന്നവർ 4ാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്നുണ്ടാകും. രോഹിണി. ശരി അഖിൽ, ആശാവർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് ആശാവർക്കർമാർ. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകി. അംഗനവാടിയിലെ മെനു പരിഷ്കരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ. വിഷയം പരിശോധിക്കുകയാണെന്ന് വനിതാ ശിശു വികസന വകുപ്പിന്റെ വിവരാവകാശ മറുപടി. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, അങ്കണവാടിയിലെ മെനു പരിഷ്കരിക്കും എന്നുള്ള പ്രഖ്യാപനത്തിൽ മറ്റ് നടപടികളൊന്നും സ്വീകരിക്കാതെ സർക്കാർ നിലപാട് ഇങ്ങനെ നിൽക്കുക തന്നെയാണ്. വിഷയം പരിശോധിക്കുകയാണ് എന്നാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ വിവരാവകാശ രേഖയിന്മേലുള്ള മറുപടി, അല്ലേ? അങ്ങനെ തന്നെയാണ് രോഹിണി. അഖില കേരളത്തിലെ മുഴുവൻ അംഗനവാടി കുഞ്ഞുങ്ങളുടെയും പ്രതിനിധിയായി ഈ ഉപ്പുമാവിനെതിരെ യുദ്ധം കുറിച്ച ശംഖുവിൻ്റെ വൈറൽ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഉപ്പുമാവിന് പകരം ബിർണാണിയും പൊരിച്ച കോഴിയും ഒക്കെ വേണമെന്ന് ശംഖുവിൻ്റെ ആവശ്യം മലയാളികൾ ഒന്നരംഗം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ഫെബ്രുവരി 4-ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. അതായത് സംസ്ഥാനത്തെ അംഗനവാടികളിലെ മെനു അത് പരിഷ്കരിക്കും, കുട്ടികൾക്ക് കൂടുതൽ പോഷകപ്രദമായ ഭക്ഷണം നൽകുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടിയുമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുന്നത് ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം അത് പരിശോധിച്ച് വരുന്നു എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായി നടപ്പിലാകാത്ത പദ്ധതികൾ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് നടപ്പിലാകാത്ത പദ്ധതികളുടെ സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള മറുപടികൾ സർക്കാർ തരുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് അപ്പോൾ ഒരു വൈറൽ വീഡിയോ വന്നു, അതിൻ്റെ സാഹചര്യത്തിലുണ്ടായ ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഈ അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്ന മെനു, ഭക്ഷണത്തിൻ്റെ മെനു അത് പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ ഈ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ വന്നതാണ്. ഈ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായ പണം നൽകാൻ സർക്കാർ, വേതനം നൽകാൻ സർക്കാർ തയ്യാറാക്കാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതിൽ വലിയ കുടിശ്ശികകളൊക്കെ വന്നിരുന്നു. പിന്നീട് പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് അതിൽ കുറച്ച് തുകയെങ്കിലും അനുവദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിന് പോലും പണമില്ലാത്ത ആളുകളാണ് ഈ അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം അത് മെനു പരിഷ്കരണത്തിലൂടെ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ മറുപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ മെനു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പ്രജിത്ത്, അപ്പോൾ ഈ മെനു പരിഷ്കരണം എന്നുള്ളത് തികച്ചും മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ഒരു നാടകമാണ് എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് അത് വലിയ കയ്യടി നേടിയതായിരുന്നു സമൂഹത്തിൽ.
അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ആവശ്യം, അത് ആരോഗ്യമന്ത്രി നേരിട്ട് വളരെ പെട്ടെന്ന് ഇടപെട്ട് വളരെ നിഷ്കളങ്കതയോടുള്ള ഒരു ആവശ്യമാണ്, അത് പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് വലിയ ശ്രദ്ധ അതിന് ലഭിച്ചു, വലിയ കയ്യടികൾ അതിനൊക്കെ ലഭിച്ചു. ആ കയ്യടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നോ എന്നുള്ളൊരു സംശയം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചാൽ അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ, ഇപ്പോൾ ഫെബ്രുവരി 4-നാണ് ആരോഗ്യമന്ത്രി അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ പ്രഖ്യാപനത്തിൽ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, ആ നിർദ്ദേശം പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി പോലും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ മെനു അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം, അങ്ങനെയുള്ള ഒരു പരിശോധനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിനുശേഷം അന്ന് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിനുശേഷം അത് സംബന്ധിച്ച് ഒരു നടപടികളിലേക്കും സർക്കാർ അല്ലെങ്കിൽ വനിതാ ശിശു വികസന വകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു കയ്യടിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനം മാത്രമായി അത് ചുരുങ്ങിയോ എന്നുള്ള സംശയവും ജനിക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ നിരവധി പേർക്ക് പരിക്ക്. അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറിയാണ് തകർന്നു വീണത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 4000-ഓളം കാണികൾ ഉണ്ടായിരുന്നു. ഗാലറി ഒരു വശത്തേക്ക് ചരിഞ്ഞ് വീഴുകയായിരുന്നു. 20 പേർക്കാണ് പരിക്കേറ്റത്. താൽക്കാലികമായി തയ്യാറാക്കിയ ഗാലറിയാണ് തകർന്നത്. ഫുട്ബോൾ കളി തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. ഇന്ന് ഫൈനൽ മത്സരമാണ് നടക്കാനിരുന്നത്. കവുങ്ങും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച ഗാലറിയാണ് തകർന്നത്. നടി വിൻസി അലോഷ്യസിന്റെ ആരോപണം അടക്കമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷൈൻ ടോം ചാക്കോ ഇന്ന് ഫിലിം ചേംബറിന് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകും. കൊച്ചിയിൽ ചേരുന്ന ചേംബറിന്റെ അടിയന്തര മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ, സിനിമയിലെ ICC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. വിൻസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും എന്ത് നടപടി സ്വീകരിക്കണമെന്നതിൽ ചേംബർ തീരുമാനമെടുക്കുക. നാളെ തന്നെ വിശദീകരണം നൽകണമെന്ന് താരസംഘടനയായ അമ്മയും ഷൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അമ്മ ഉടൻ നടപടി എടുത്തേക്കില്ല. ജൂണിൽ ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലായിരിക്കും നടപടി സംബന്ധിച്ച ചർച്ചയുണ്ടാകുക. വിഷയം അന്വേഷിക്കുന്ന 3-അംഗ സമിതി ഉടൻ റിപ്പോർട്ട് നൽകും. തിരുവനന്തപുരം പേരൂർക്കട വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 7 വിധി പറയുക. പ്രതി കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കന്യാകുമാരി ജില്ലാ കളക്ടർ, സൈക്യാട്രിസ്റ്റ് തുടങ്ങിയവരിൽ നിന്നാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. നമുക്ക് ഇനി ഈ മണിക്കൂറിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. BJP വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും തുടക്കം. കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലേക്കും സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നു. ആദ്യ കൺവെൻഷൻ ഇന്ന് തൃശൂരിൽ. തിരുവനന്തപുരം പേരൂർക്കട വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ. നടൻ ഷൈനുമായി ബന്ധപ്പെട്ട ലഹരി കേസിനിടെ കൊച്ചിയിൽ ഇന്ന് നിർണായക യോഗങ്ങൾ. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതി നടിയിൽ നിന്നും ഷൈനിൽ നിന്നും തെളിവെടുക്കും. ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും ഇന്ന്. നാലാം ഘട്ട സമരം പ്രഖ്യാപിക്കാൻ ആശാവർക്കർമാർ. ബഹുജന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപക സമര പരിപാടികൾ പ്രഖ്യാപിച്ചേക്കും. സർക്കാരിനോട് അനുനയം വേണ്ടെന്നും തീരുമാനം. സമരം ഇന്ന് 71-ാം ദിവസം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഭാരതത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ചകൾ. വിവിധ വിഷയങ്ങളിൽ ചർച്ച. ഡൽഹിയും ജയ്പൂരും ആഗ്രയും സന്ദർശിക്കും. ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ്. മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഹമാസിന്റെ ഉറപ്പ്. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഹമാസ്.
IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത മുംബൈ ഇന്ത്യൻസ്. മുംബൈയുടെ ജയം 9 വിക്കറ്റിന്. കളിയിലെ താരമായ രോഹിത് ശർമ്മ. സൂപ്പർ കപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ കടന്ന ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ഇന്ന് നമ്മളോടൊപ്പം പുത്തൻപുലരിയിൽ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. മാനത്തെ കൊട്ടാരം, പ്രിയപ്പെട്ട കുക്കു, ആലഞ്ചേരി തമ്പ്രാക്കൾ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ചന്ത, ഭരണകൂടം, ഗാന്ധാരി തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സുനിൽ ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത കേക്ക് സ്റ്റോറി എന്ന സിനിമ തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടിക്കഴിഞ്ഞു. പ്രദർശനം വിജയകരമായി തുടരുകയാണ്. ബാബു ആന്റണി, അശോകൻ, ജോണി ആന്റണി, അരുൺകുമാർ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയിൽ സംവിധായകൻ സുനിലിന്റെ മകൾ വേദ സുനിലാണ് നായിക. ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതും വേദ തന്നെയാണ്. വേദ സുനിലാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. വേദ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നാണ് അതിഥിയായി ചേരുന്നത്. ഗുഡ് മോർണിംഗ്. നമസ്കാരം വേദ. ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് കേക്ക് സ്റ്റോറി? മധുരമൂർന്ന കഥയാണ് എന്നുള്ളത് അറിയാം. എന്തായാലും കേക്ക് സ്റ്റോറിയുടെ വിശേഷങ്ങൾ. കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ്. അത് April 19 തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രേക്ഷക സ്വീകാര്യത തന്നെ നേടിയിട്ടുണ്ടല്ലോ ഇതിനോടകം തന്നെ, അല്ലേ? വലിയൊരു താരനിരയുണ്ട്. നമുക്കറിയാം, സംവിധായകൻ സുനിൽ വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേക്ക് സ്റ്റോറി സംവിധാനം ചെയ്യുന്നത്. വേദയാണ് തിരക്കഥയും രചിച്ചിരിക്കുന്നത്. നിരവധി സിനിമകളിൽ അച്ഛനോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചിത്രീകരണ വേളയിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതുകൂടി പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു താല്പര്യം കാണില്ല. എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിയത്? തുടർന്ന് തിരക്കഥ, അതിനുശേഷം ഇത് പ്രായോഗികമാക്കുന്ന തലങ്ങളിലേക്കൊക്കെ എത്തിയ വിശേഷങ്ങൾ. ഈ കഥയിലേക്ക്, കേക്ക് സ്റ്റോറിയുടെ കഥയിലേക്ക് ശരിക്കും എത്തുന്നത് നമ്മുടെ ഈ കോവിഡ് ടൈമിൽ, ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരും അധികം പേരും കേക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പം ഞാനും കേക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ ഹോം ബേക്കേഴ്സിൻ്റെയും അതിൽ നിന്ന് എനിക്കൊരു തീം കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കേക്ക് സ്റ്റോറിയുടേത്. അപ്പോൾ ആ തീമിനെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അതിലൊരു എലിമെൻ്റ് ഉണ്ട്, നമുക്കത് വർക്കൗട്ട് ചെയ്ത ഒരു സിനിമയ്ക്കുള്ളൊരു കഥയാക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് ഞാനത് വർക്കൗട്ട് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കേക്ക് സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് എഴുതുകയാണ്. എഴുതി കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മളൊരു ഓഡിഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷനിൽ അച്ഛനും ക്രൂനും ബാക്കി ആരും സെറ്റായി വരാത്തതുകൊണ്ട് ഞാൻ ഓക്കെ ആവും ആ ക്യാരക്ടറിനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അഭിനയത്തിലേക്ക് എത്തുന്നത്. പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ട്രസ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു നല്ല എക്സ്പീരിയൻസ്, പുതിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അതെ, അതോടൊപ്പം വേദ ഒരു കാര്യം കൂടി, മധുരമൂർന്ന ഒരു പ്രണയ കഥയാണ് കേക്ക് സ്റ്റോറിയിലെ പ്രമേയം എങ്കിൽ പോലും ശരിക്കും ഇതിൽ പ്രധാനമായും 2 വില്ലൻ കഥാപാത്രങ്ങൾ കൂടിയുണ്ടല്ലോ. അതിൽ നമ്മുടെ ബാബു ആന്റണി എന്ന വില്ലനെ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഹാസ്യാത്മകത നിറഞ്ഞാണോ ഈ കഥ മുന്നോട്ട് പോകുന്നത്? ഇത് ആക്ച്വലി ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. അപ്പം അതിൽ വരുന്ന ഒരു വില്ലനും അതിൻ്റെതായ ഒരു ചേഞ്ചസ് വേണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ട പ്രേക്ഷകരിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് എനിക്കും എൻ്റെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാബു അങ്കിൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് രഘുറാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ഇത് പേര് സൂചിപ്പിക്കുന്ന മാതിരി ഒരു കേക്കിനെ ബേസ് ചെയ്തിട്ടുള്ളയും 2 കമ്പനീസിനെ ബേസ് ചെയ്തിട്ടുള്ളയും തീമാണ്. അപ്പം അതിൽ വരുന്ന വില്ലന് ഒരു ഡിഫറൻസ് ഉള്ളൊരു പരിവേഷം തന്നെയാണ് ഉള്ളത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് രഘുറാം എന്നുള്ള ക്യാരക്ടറും. ഈ സിനിമയിലെ തിരക്കഥ വേദയാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ അച്ഛനോടൊപ്പം പ്രവർത്തിച്ച പരിചയമൊക്കെ ഉണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിലെ തിരക്കഥ താൻ തന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വേദ എത്തുന്നത് എപ്പോഴാണ്? ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ സമയത്ത് അച്ഛനത് ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനത് തിരക്കഥയാക്കുന്നത്.
അപ്പം അത് അച്ഛൻ്റെ കൂടെയുള്ള അസോസിയേറ്റ് ഡയറക്ടറോടും ബാക്കിയുള്ളവരോടും കൺവേ ചെയ്തപ്പോൾ അത് ഓക്കെ വർക്കൗട്ട് ആവും, നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയ തിരിച്ച ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ തിരക്കഥയായിട്ട് ഫോം ചെയ്ത് വരുന്നതും കാര്യങ്ങളൊക്കെ. വേദ അച്ഛനോടൊപ്പം മറ്റ് 4 ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റൊരു ഫിലിമിൽ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തിരക്കഥ കൂടി, ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം സിനിമാ മേഖലയിൽ? സിനിമാ മേഖലയിൽ എൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള ഡയറക്ഷൻ തന്നെയാണ്, അച്ഛൻ്റെ മേഖല തന്നെയാണ്, എഴുത്തും ഡയറക്ഷൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നായികയായിട്ട് അവിചാരിതമായി എത്തിപ്പെട്ട പോലെയാണ് എഡിറ്റിങ്ങിലേക്കും ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അത് പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് ടെക്നിക്കൽ സൈഡെല്ലാം അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തുന്നതും. പ്രധാന കഥാപാത്രം ഡയറക്ടറായിട്ട് ഡയറക്ഷനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്ത്. ശരി, പറഞ്ഞോളൂ. ഓക്കെ വേദ, അതായത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേദ എല്ലാ മേഖലകളും കൈവയ്ക്കുന്നുണ്ട്, എല്ലാത്തിലും പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ്. ഇവിടെ പ്രധാനമായും വേദ തന്നെയാണല്ലോ നൈന എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, പ്രധാന കഥാപാത്രമായ നൈനെ. ഈ കഥാപാത്രത്തിലേക്ക് വേദയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഇത് ആദ്യം തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ കഥയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വേദ ഈ നൈന എന്നുള്ള കഥാപാത്രം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മൾ അതിനു വേണ്ടി ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നയന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് ഞാൻ അഭിനയിക്കുക എന്നുള്ളൊരു തോട്ടിൻ്റെ മൈൻഡിൽ ഇതുവരെ ആ ഒരു ടൈം വരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിഷൻ നടത്തിയ സമയത്ത് അച്ഛനും ബാക്കിയുള്ളവർക്കും ആ ഒരു നയന എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി ഒരാളെ സ്യൂട്ടായിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജിബി മാമൻ ഡയറക്ടറാണ്, ഇട്ടിമാണിയുടെ ഒക്കെ ഡയറക്ടറാണ്. ജിബി മാമനും അച്ഛൻ്റെ ഫ്രണ്ടായ ഫ്രാങ്കോങ്കിലും ഇവർ രണ്ടുപേരുമാണ് അച്ഛൻ്റെ അടുത്ത് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്, നയന എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്തുകൊണ്ട് വേദനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്നുള്ളത്. അപ്പം അങ്ങനെ അവരുടെ ഒരു നിർബന്ധത്തിനാണ് സത്യം പറഞ്ഞാൽ നയന എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് എനിക്കൊരു ഓഡിഷൻ മാതിരി വെക്കുന്നതും പിന്നെ അത് അച്ഛനും ഓക്കെ ആയി തോന്നുന്നതും ബാക്കിയുള്ള ക്യാമറാമാനും എല്ലാവർക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നയനയായി ആക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ. അതെ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ, എഡിറ്റർ, തിരക്കഥാകൃത്ത്, ഒപ്പം അഭിനേത്രി അല്ലേ, അങ്ങനെ എല്ലാ മേഖലകളിലും വേദ സുനിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. എന്തായാലും ഈ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് ഒരു കേക്ക് ബേക്കിംഗ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന പ്രധാനമായും അല്ലേ മുത്തച്ഛൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ചിത്രീകരണത്തിലൊക്കെ ഇത്തരത്തിൽ ഈ കേക്ക് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വലിയ പ്രവൃത്തി പരിചയമുള്ളവരെ കൊണ്ടുവന്ന് തന്നെയാണോ അതൊക്കെ തയ്യാറാക്കിയത്? അതൊക്കെ എങ്ങനെയാണ്? അത്തരം രസകരമായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുകയില്ലേ ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ? തീർച്ചയായിട്ടും നമ്മൾ ഇതിലിപ്പം 2 കാലഘട്ടം കാണിക്കുന്നുണ്ട് സിനിമയിൽ. അതായത് ഇപ്പം പ്രസൻ്റ്ലി പോകുന്ന കാലഘട്ടം, പിന്നെ 50 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാലഘട്ടം. അപ്പം അതിനു വേണ്ടി നമ്മൾ അത്യാവശ്യം റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കാലഘട്ടത്തിലുള്ള കേക്കും തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഹാർഡ് ഐസിങ് ആയിട്ടുള്ള കേക്ക് അധികം ബേക്കറീസിൽ അവൈലബിൾ അല്ല, വളരെ റെയർ ആയിട്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ, ഈസ്റ്ററിനെല്ലാം മാത്രമാണ് നമുക്കിപ്പം ഹാർഡ് ഐസിങ് കേക്ക് ബാക്കി ബേക്കറികളിൽ കിട്ടുന്നത്. അപ്പോൾ അത് അറിയാവുന്ന ആളെ കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് ആ കേക്ക് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വലിൽ കണ്ടാൽ, ഇപ്പം ട്രെയിലറിലുള്ള വിഷ്വലിലും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതിൽ ആ കേക്കുകൾ കൊണ്ടുവന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. കാണാനുള്ളൊരു ഡിഫറൻസ് മാത്രമല്ല, അതിൻ്റെ ഒരു ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഇളനീർ കേക്കൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഇളനീർ കേക്കിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പോൾ നോർമലി നമുക്ക് കിട്ടുന്ന കേക്കിനെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയായിരുന്നു അത്. അതെ, അപ്പോൾ രസകരമായ നമ്മൾ ഇതിലൊരു റെയർ ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞോളൂ വേദ, തുടർന്നോളൂ. നമ്മൾ റെയർ ആയിട്ടുള്ളൊരു കേക്കും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, കേക്ക് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതായത് ചേന കേക്ക് കാണിക്കുന്നുണ്ട്. ആ ചേന കേക്ക് നമ്മൾ യഥാർത്ഥമായിട്ട് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അതൊരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
അതെ, എന്തായാലും ഈ ചിത്രത്തിൽ നമ്മുടെ തമിഴ് താരം, പ്രശസ്തനായ തമിഴ് താരം കിങ്സ്ലി കൂടി എത്തിച്ചേരുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ മലയാളത്തിൽ നിന്ന് ക്ഷമിക്കണം, തമിഴിൽ നിന്ന് ഒരു നടനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താം എന്ന് തോന്നിയത് എപ്പോഴാണ് വേദയ്ക്ക്? ഇതിൽ റെഡിൻ കിൻസ്ലി സർ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് രാഘവൻ എന്നാണ്. അപ്പം കേക്ക് സ്റ്റോറിയുടെ ബേസ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നത് രാഘവനാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ ഒരാഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത് ആര് ചെയ്യണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിൽ ഒരുപാട് ഓപ്ഷൻസും ചോയ്സസും ഒക്കെ വെച്ച് ലാസ്റ്റ് ഫൈനലിയാണ് അത് റെഡിൻ കിൻസ്ലി സാറിലേക്ക് എത്തുന്നത്. അദ്ദേഹം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ട ക്യാരക്ടേഴ്സ്, ഇപ്പം അദ്ദേഹം പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് രാഘവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. വേദ, അതോടൊപ്പം ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി സിനിമകൾ മലയാളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, ഈ കഥയിലേക്ക്, ഈ തീമിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നോ? കാരണം ഇത് ഒരു വിഷയത്തിൽ മാത്രം, ഒരു ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയായി പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? പ്രത്യേകിച്ച് ഒരു കേക്ക് സ്റ്റോറിയിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? കേക്ക് സ്റ്റോറിയിലേക്ക് എത്താം എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു തീം പിച്ച് ചെയ്ത സമയം മുതലേ അത് കേക്കിൻ്റെ കഥയാണ്. കേക്ക് തന്നെയാണ് ഇതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പം അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു തീമാണ്. ഇതുവരെ ഇത്രയും ഒരു മുഴുനീളം കേക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മൂവി വന്നിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയത്, നമ്മൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഇതിലേക്കൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ശ്രീനിവാസൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ സാറ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം സാറിന് അതിന് നല്ല താല്പര്യം വരികയും സാറ് കേക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ അത് വർക്കൗട്ട് ആവും എന്നുള്ള പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻസ് ആവുന്നത്. വേദ ആണ് ഇതിൽ തിരക്കഥ രചിച്ചിരിക്കുന്നത്, അച്ഛനാണ് ഡയറക്ഷൻ. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിൽ എന്തെങ്കിലും കോംപ്രമൈസിന് വേദ തയ്യാറായിരുന്നോ? അതോ വേദയുടെ തിരക്കഥയ്ക്ക് അനുസരിച്ച് തന്നെ ഡയറക്ഷൻ പോയാൽ മതി എന്നുള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നോ? ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അച്ഛൻ മകൾ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല. അത് അച്ഛൻ വർക്കിൻ്റെ സമയത്ത് നോർമലി അങ്ങനെയാണ്. ഇപ്പം ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ലൊക്കേഷനിലെത്തുമ്പോൾ അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ഡയറക്ടർ എന്നുള്ള ഒരു രീതി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിയപ്പോഴും ആ ഒരു രീതി തന്നെയായിരുന്നു. ഇപ്പം സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ്, ലൈക്ക് സീൻസ് നമ്മൾ എഴുതി കഴിഞ്ഞ് വായിച്ചു കൊടുക്കുമ്പം അതിപ്പോൾ വർക്കൗട്ട് ആവോ ഇല്ലയോ, അത് മാറ്റി എഴുതണം എന്നുള്ളതാണെങ്കിൽ മാറ്റി എഴുതണം എന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് ഓക്കെ ആയി തോന്നിയത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ അല്ല, ഇത് എനിക്ക് ഈ സീൻ ഓക്കെയാണ്, അത് മാറ്റി എഴുതണ്ട എന്നുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ. സാധാരണ ഒരു സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഒക്കെ മനസ്സിൽ ആ കഥ തുടങ്ങുമ്പോൾ തന്നെ നായകനും നായികയ്ക്കും ഒക്കെ ഒരു രൂപം മനസ്സിലുണ്ടാകും അല്ലേ? വേദയ്ക്കും അങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് വേദ നായികയായത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എഴുതി പോകുമ്പോൾ തന്നെ ഇന്നയാൾ ചെയ്താൽ അത് നല്ലതായിരിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ അത്തരം നടന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ തിരക്കഥ മുന്നോട്ട് പോയത്? അത്തരം ഒരു ഇത് മൈൻഡിൽ വെച്ചില്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് അച്ഛൻ തന്നൊരു ഗൈഡൻസ് തന്നെയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു ധാരണ വരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, നീ ഒരു ആർട്ടിസ്റ്റിനെ മൈൻഡിൽ കണ്ടുകൊണ്ട് അത് എഴുതണ്ട. ആർട്ടിസ്റ്റിനെ മൈൻഡിൽ കണ്ടുകൊണ്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ അകത്ത് റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു മെയിൻ കാരണം കൊണ്ട് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിക് ബേസിലല്ല, ഞാൻ ഒരു ക്യാരക്ടറിൻ്റെ ബേസിലാണ് എഴുതി പോയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരക്ടർ മൊത്തത്തിൽ എഴുതിയതിന് ശേഷം ആര് ആപ്റ്റ് ആവും എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നേന എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്ലെയിൻ ആയിട്ട് നേന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി പോയിട്ടുള്ളത്. അതിന് ഇന്ന രൂപം ഇങ്ങനത്തെ ഒരാൾ എന്നുള്ളത് എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അത് ഞാനായി എന്നുള്ളത് എനിക്ക് കുറച്ച് ആദ്യം ടെൻഷനുള്ള കാര്യമായിരുന്നു. എങ്കിലും അത് പിന്നെ എനിക്കത് ഓക്കെ വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഏതാ ഒരു നല്ല താരനിര തന്നെ ഉണ്ടല്ലോ കേക്ക് സ്റ്റോറിയിൽ അല്ലേ? അതോടൊപ്പം എത്ര ഗാനങ്ങളുണ്ട്, സംഗീതം, രചന, അതൊക്കെ ആരാണ്?
ഇതിൻ്റെ അകത്ത് 5 ഗാനങ്ങളുണ്ട്. നമുക്ക് 3 മ്യൂസിക് ഡയറക്ടേഴ്സും 3 ലിറിസിസ്റ്റും ഉണ്ട്. ഇത് വന്നിട്ട് ജെറിയ മൽദേവ് സാറാണ് ചെയ്തിരിക്കുന്ന 2 സോങ് SP വെങ്കിടേഷ് സാറും 1 സോങ് റോണി റാഫേൽ ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 3 ലിറിസിസ്റ്റ് വരുന്നുണ്ട്. സന്തോഷ് വർമ്മ, വിനായക് ശശികുമാർ, വിവേക്, അങ്ങനെ 3 പേരാണ് ലിറിസിസ്റ്റായിട്ട് വരുന്നത്. ഈ 5 സോങ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 സിംഗേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു മ്യൂസിക്കൽ ട്രീറ്റായിട്ട് കൂടെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സുമാണ് വരുന്നത്. അതെ, ഒരു ചിത്രത്തിൽ 5 ഗാനങ്ങളെന്ന് പറയുന്നത് അല്ലേ സാമാന്യം ഒരു നല്ല അളവ് തന്നെയാണ് ചിത്രത്തിൻ്റെ മെയിൻപൊടിക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നല്ല റിവ്യൂസാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നതല്ലേ ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ തന്നെ വേദ? എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത്. ഒരു ഫീൽ ഗുഡ് ആയിട്ട് കണ്ടിരിക്കുക, ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി തിയേറ്ററിൽ ചെന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്നുള്ള ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് എല്ലായിടത്തും. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നല്ല റിവ്യൂസ് തന്നെയാണ്. വേദയുടെ വീട്ടിലെ വിശേഷങ്ങൾ കൂടി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അച്ഛൻ സുനിൽ വളരെ പ്രശസ്തനായ സംവിധായകനാണ്. ഇപ്പോൾ മകൾ വേദ സുനിലും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലും നായിക പ്രാധാന്യമുള്ള സിനിമയിൽ അഭിനയിച്ചതിലൂടെ നായികയായും അതോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വീട്ടിൽ മറ്റാരൊക്കെയാണ്, അവരുടെ വിശേഷങ്ങൾ കൂടി ഈ സിനിമാ മേഖലയുമായിട്ടൊക്കെയുള്ള അവരുടെ ഒരു സപ്പോർട്ടും കാഴ്ചപ്പാടും ഒക്കെ എങ്ങനെയാണ്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഡയറക്ടറാണ്. അമ്മ വന്നിട്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാ പ്രൊജക്ട്സിനും കൂടെ തന്നെ ഉണ്ട്. അമ്മ പ്രൊഡ്യൂസറും കൂടെയാണ്. ഈ പടത്തിൻ്റെ കോ പ്രൊഡ്യൂസറും അമ്മയാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായിട്ട് കൂടെ 2 പേരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എൻട്രി ആവാനും ഇപ്പം എൻ്റെ താല്പര്യം ഡയറക്ഷനും എഴുത്തുമാണെന്ന് പറഞ്ഞ് ഫുൾ സപ്പോർട്ടോട് കൂടെ 2 പേരും ഒപ്പം തന്നെ ഉണ്ട്. അതെ, എന്തായാലും വലിയ വിജയം കേക്ക് സ്റ്റോറി കൈവരിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഭാവിയിലും വേദയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ജനം TVയുടെ അതിഥിയായി എത്തിയതിൽ നന്ദിയും അറിയിക്കുന്നു, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിൽ. താങ്ക് യു സോ മച്ച്. കേക്ക് സ്റ്റോറി എന്ന സിനിമയിലെ നായികയും തിരക്കഥാകൃത്തുമായ വേദ സുനിലാണ് നമ്മളോടൊപ്പം. ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന ഹമാസ്. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി ഹമാസ് വ്യക്തമാക്കുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഏറെ നാളത്തെ ആവശ്യം ഇസ്രായേലുമായുള്ള ദീർഘകാല വെടിനിർത്തൽ, അതിന് ഹമാസ് തയ്യാറായിരിക്കുകയാണ്. രോഹിണി, തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈജിപ്തിനും ഖത്തറിനും ഈ പ്രശ്നത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന 2 രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറിനും നൽകിയ ഹമാസിന്റെ ഒരു രേഖയിൽ ഇക്കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് ഹമാസിന്റെ അധികാരപരിധിയിൽ നിയന്ത്രണത്തിനുമുള്ള ഗാസയിൽ ബങ്കറുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ടണലുകൾ നിർമ്മിച്ച, അതിൽ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ബന്ദികളെയൊക്കെ രഹസ്യമായി പാർപ്പിച്ച ടണലുകളുണ്ട്. അത്തരത്തിൽ ടണലുകൾ നിർമ്മിച്ച് അതിൽ പാർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്, അതുപോലെ തന്നെ ആയുധങ്ങൾ ശേഖരിക്കുന്നതുമെല്ലാം തന്നെ നിർത്തിവെക്കാം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഒഴിവാക്കാം. അതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നൊരു നിലപാടുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ശക്തമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാനെ ആണവ നിരായുധീകരണം നടത്തുന്നതിന് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈജിപ്തിനും ഖത്തറിനും നൽകിയ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകിയ ഈ ധാരണയുടെ ഒരു പകർപ്പിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് ഗാസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അധികാരം വിട്ടൊഴിയാം, അല്ലെങ്കിൽ ഗാസയുടെ നിയന്ത്രണം വിട്ടൊഴിഞ്ഞ് അതൊരു സംവിധാനത്തെ ഏൽപ്പിക്കാം എന്ന ഒരു നിലപാട് കൂടി അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ സംവിധാനം എന്ന് പറയുന്നത് പാലസ്തീന്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘം, അതായത് സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘമായിരിക്കണം എന്നൊരു ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രായേലും പ്രതികരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എങ്കിലും 5 മുതൽ 15 വർഷം വരെ ദീർഘിക്കാവുന്ന
കഴിയാവുന്ന അല്ലെങ്കിൽ 5, 10, 15 വർഷത്തെ കാലാവധിയിൽ വളരെ കൃത്യമായ ഒരു വെടിനിർത്തൽ, ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന നിലപാടാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കുറേയൊക്കെ ശാന്തമായിരുന്ന ഒരു സാഹചര്യത്തിൽ 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ഒരു ആക്രമണം നടത്തുന്ന ഒരു നീക്കങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഈ സംഘർഷത്തെ അവസാനിപ്പിക്കുന്നതിനും ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാക്കുന്നതിനുമുള്ള നിരവധി ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനോടൊന്നും ഹമാസ് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാനെ ആണവ നിരായുധീകരണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമാവുകയും ഇറാൻ അനുകൂല നിലപാടുകൾ അക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തതോടെ സ്വാഭാവികമായും ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളുടെ ഒരു നിലനിൽപ്പിന്റെ വിഷയമായി ഇക്കാര്യം മാറുകയും അത്തരത്തിലുള്ള ഭീകര സംഘടനകൾ സ്വയം പിൻവലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് നേരത്തെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് ബാധിത രാജ്യങ്ങളെ കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അത് 5, 10, 15 വർഷം നീളുന്ന ധാരണയ്ക്ക് തയ്യാറാണ്. ആ ധാരണയുടെ കാലയളവിൽ ഇത്തരത്തിൽ ടണലുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ സൈനിക നടപടി, ഹമാസിന്റെ ഭീകര സ്വഭാവമുള്ള ഒരു സൈനിക നടപടിയാണ് എങ്കിൽ കൂടി ആ മിലീഷ്യയുടെ നീക്കങ്ങളെല്ലാം തന്നെ, ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാമെന്നൊരു നിലപാടും അറിയിക്കുന്നുണ്ട്. എന്നാൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തുടർ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക ഏത് രീതിയിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഇറാനെ നിരായുധീകരിക്കാനുള്ള അമേരിക്കയുടെ ആണവ നിരായുധീകരണം ഇറാന് നേരെ നടപ്പാക്കാനുള്ള അമേരിക്കയുടെ നീക്കം ഫലം കാണുന്നു എന്നതിനെ കൃത്യമായ തെളിവുകളായി നമുക്ക് കണക്കാക്കാവുന്നതുമാണ്. അതെ, ഐസൺ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ഐസണിൽ നിന്നും തേടേണ്ടതുണ്ട്. കാനഡയിലെ ലക്ഷ്മി നാരായൺ മന്ദിറിന് നേരെയുണ്ടായ ഖാലിസ്ഥാൻ ആക്രമണത്തിൽ പ്രതിഷേധം അറിയിച്ച് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് ഇക്കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഖാലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചത്. ഐസൺ ചേരുന്നു. ഐസൺ, ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതിയതിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഔദ്യോഗികമായ അറിയിപ്പിൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, അവിടെ ശക്തമായ ഒരു ഭാരതീയ വംശജർ നിരവധിയുള്ള പ്രദേശമാണ് കാനഡ. അവിടെ നിരവധിയായ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും ഇടപെടുന്നവർ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും അവിടെ ശക്തമായ ഒരു ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രവർത്തനം, ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രവർത്തനവും ഉണ്ടായത്. ഈ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് ആണ് ഇപ്പോൾ അതിശക്തമായ ഒരു നിലപാടുമായി ഈ ലക്ഷ്മി നാരായൺ മന്ദിറിനെതിരെ നടന്ന ആക്രമണത്തിനെതിരെ വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ക്ഷേത്രത്തിന്റെ മതിലുകളിലും ആ ക്ഷേത്രത്തിന്റെ ചുമരുകളിലും ചില ചുമരുകളുടെ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന രീതിയിലൊക്കെയുള്ള പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ സ്പ്രേയറുകൾ കൊണ്ട് എഴുതി വെക്കുന്ന ഒരു നീക്കങ്ങൾ തുടർച്ചയായി പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു ക്ഷേത്രത്തിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കം നടക്കുന്നത് ഒരു ഹിന്ദു ഫോബിയ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധ നിലപാടുകളുടെ ഒരു ഭാഗമായാണ്. അത് കാനഡയിൽ പടർന്നു പിടിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അത് ഖാലിസ്ഥാൻ ഭീകരരുടെ ഭാഗത്ത് നിന്ന് അതിനെ ഒരു പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻ ഭീകര സ്വഭാവമുള്ള സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു നീക്കം ഖാലിസ്ഥാനിലെ നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ഉണ്ടായിരുന്ന നേതാക്കൾ, നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കളും നിലവിലെ പാർട്ടിയുടെ നേതാക്കളും എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു എന്നൊരു പ്രശ്നം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഖാലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം ശക്തമായി കാനഡയിൽ ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഹിന്ദുവിരുദ്ധ നീക്കങ്ങളാണ്. ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ ജനകീയ പ്രതിഷേധം കൂടി ഉണ്ടാകണം. കാനഡയിലെ സ്വതന്ത്രരായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഇക്കാര്യത്തിനെതിരെ, മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഈ നിലപാടിനെതിരെ രംഗത്ത് വരണമെന്നൊരു ആഹ്വാനവും ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നൊരാവശ്യം ഭാരത വംശജരെല്ലാം തന്നെ അവിടെ കാനഡയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. റഷ്യ യുക്രൈൻ സമാധാന ധാരണ ഈ ആഴ്ച നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ്. സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചത്. യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ബ്ലാസ്റ്റ് എന്ന ഫംഗസ് നെൽച്ചെടികളെ ബാധിച്ചതോടെ ദുരിതത്തിലായി നെൽകർഷകർ. കോഴിക്കോട് വടകര ചെരണ്ടത്തൂർ ചിറയിലെ 300 ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്.
പുൽവർഗ ചെടികളെ ബാധിച്ച് അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ്. ഏക്കർ കണക്കിന് പാടത്തെ നെൽച്ചെടികളിൽ രോഗം അതിവേഗം പടർന്നു പിടിക്കുകയാണ്. തുടക്കത്തിൽ നെൽച്ചെടിയിൽ പലയിടത്തായി പൊള്ളലേറ്റ പോലെയാണ് കണ്ടത്. കനത്ത ചൂടാകാൻ കാരണമെന്നായിരുന്നു കർഷകർ ആദ്യം കരുതിയത്. തുടർന്ന് ചെടികൾ ഉണങ്ങുകയും നെന്മണികൾ നശിക്കുകയും ചെയ്തതോടെ പഞ്ചായത്തിനെയും കൃഷി ഓഫീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. നെന്മണികളെ നശിപ്പിക്കുന്ന കൊമ്പൻ പാറ്റശല്യവും കൃഷിക്കാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കതിരിന് വരുന്നത് ഒരു ഫംഗസ് രോഗമാണ്. ഫംഗസ് രോഗം വന്നപ്പോൾ അത് കൃഷി വകുപ്പിനെ ഞങ്ങൾ നേരിട്ട് അറിയിച്ച് അവരെ കുട്ടികളോട് കാണിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഇത് വിത്തിൽ കൂടി വരുന്ന രോഗമാണ്. അപ്പോൾ ഇതിന് വിത്ത് ഇറക്കുമ്പോൾ തന്നെ അതിൻ്റെതായ രൂപത്തിലുള്ള മരുന്നുകളും മറ്റും മുക്കി വിത്ത് മുളപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതിന് ഈ പ്രാവശ്യം നടക്കുകയില്ല. അപ്പോൾ ഇതിന് മരുന്ന് കളിക്കാനാണെങ്കിൽ അത് പറ്റാതെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുവാനാവില്ല. പണ്ട് അത്രയും ഒരു മനുഷ്യനോളം പൊക്കത്തിൽ ഏതാണ്ട് നെല്ലുകൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യൻ ഇറങ്ങി മരുന്ന് കളിക്കാനാവാത്തൊരവസ്ഥ. അതുപോലെ തന്നെ യഥവാ എങ്ങാനും ഒറ്റ കതിർ ബാക്കി വരുന്നത് കൊമ്പൻ പാറ്റ ശല്യം. കൊമ്പൻ പാറ്റേൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യം ബാക്കി വരുന്ന കതിരും അത് കൊമ്പൻ പാറ്റയും കുടിച്ച് നശിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്കുള്ളൂ. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. 300 ഏക്കറിൽ 60% കൃഷിയെയും രോഗം ബാധിച്ചു കഴിഞ്ഞു. കടം വാങ്ങിച്ചും വായ്പകൾ എടുത്തും കൃഷി ചെയ്തവർ ഇതോടെ ആശങ്കയിലായി കഴിഞ്ഞു. അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരും കർഷക കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നത്. ജനം, കോഴിക്കോട്. ബാങ്കുകൾ PRS എടുക്കാതെ വന്നതോടെ നെൽകർഷകർ പ്രതിസന്ധിയിൽ. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ ശേഷം PRSുമായി ബാങ്കുകളിലെത്തുന്ന കർഷകരെ ബാങ്കുകൾ തിരിച്ചയക്കുകയാണ്. സർക്കാർ കരാർ പുതുക്കാത്തതിനാൽ കാനറ ബാങ്ക് PRS വായ്പാ വിതരണം പൂർണ്ണമായും നിർത്തി. 130 ദിവസം പാടത്ത് ചോര നീരാക്കി ഉൽപ്പാദിപ്പിച്ച നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയ കർഷകരാണ് PRS കെണിയിൽ കുടുങ്ങി കിടക്കുന്നത്. സപ്ലൈകോ നെല്ല് സംഭരിച്ച ശേഷം കർഷകർക്ക് നൽകുന്നതാണ് നെല്ല് കൈപ്പറ്റി രസീത് അഥവാ PRS. ഈ രസീത് കർഷകരുടെ അക്കൗണ്ടുള്ള സർക്കാർ നിശ്ചയിക്കുന്ന ബാങ്കുകളിൽ നൽകുമ്പോൾ ഈ രസീതിന്മേൽ കർഷകർക്ക് ലോണായാണ് നെല്ലിന്റെ സംഭരണ വില നൽകിയിരുന്നത്. എന്നാൽ ഇക്കുറി ബാങ്കുകൾ PRS ലോൺ അനുവദിക്കാതെ വന്നതോടെയാണ് നെൽകർഷകർ പ്രതിസന്ധിയിലായത്. ഇതിനിടെ സർക്കാർ കരാർ പുതുക്കാത്തതിന്റെ പേരിൽ കാനറ ബാങ്ക് PRS ലോൺ വിതരണം പൂർണ്ണമായി നിർത്തി. PRS വായ്പയുള്ള സപ്ലൈകോ കാനറ ബാങ്ക് കരാറിന്റെ കാലാവധി മാർച്ച് 31 അവസാനിച്ച ആഴ്ചകൾ പിന്നിട്ടിട്ടും കരാർ പുതുക്കാൻ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് കാനറ ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ആ അക്കൗണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ SBIയുടെ അക്കൗണ്ട് കൊടുത്തിട്ടാണ് സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ കാനറ ബാങ്കിൽ കൊടുത്താലാണ് കർഷകർക്ക് പെട്ടെന്ന് കിട്ടാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മുമ്പത്തെ വർഷം അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അതിൻ്റെ പുറത്ത് നമ്മൾ കഴിഞ്ഞ വർഷം കാനറ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം SBI ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണതെന്ന് പാടി ഓഫീസർ അടക്കം വരുന്ന മീറ്റിംഗ്, ഞങ്ങൾക്ക് കൃഷിഭവന്റെ കീഴിലും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ ഉണ്ടാവും. സപ്ലൈകോന്റെ ഓഫീസർമാർ പങ്കെടുക്കും, പാടി ഓഫീസർ പങ്കെടുക്കും. അങ്ങനെ ഔദ്യോഗികമായിട്ട് അവർക്ക് സ്ഥാനത്തിൽ ആരാണ് ഇരിക്കുന്നത് അവർ അതിൽ പങ്കെടുക്കും. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഇതേമാതിരി SBI കൊടുത്തു. പക്ഷേ കാനറ ബാങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്നു. ഇപ്രാവശ്യം കാനറ ബാങ്ക് ഇൻട്രസ്റ്റ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാനറ ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കർഷകർക്ക് ലോണായിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഞങ്ങൾ നെല്ല് ഇപ്പം ഇപ്രാവശ്യം നെല്ല് കൊടുത്ത് 1.5 മാസം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾക്കിനി ചിലപ്പോൾ 15-20 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നു നമ്മളുടെ പേരിലുള്ള ലോണായിട്ടാണ്, അല്ലാതെ നമുക്ക് കൊടുത്ത നെല്ലിൻ്റെ പൈസ അല്ല. മാർച്ച് 15 വരെ സ്വീകരിച്ച PRSകളിലെ നെല്ലിന്റെ വിലയാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനറ ബാങ്ക് വിതരണം പൂർണ്ണമായി നിർത്തിയപ്പോൾ SBI പണം നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ SBIയും ഇപ്പോൾ PRS സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. കാനറ ബാങ്ക് സപ്ലൈകോ ധാരണ വൈകുന്നതിനാൽ മാർച്ച് 15 ശേഷം സ്വീകരിച്ച PRSകൾക്ക് തുക നൽകുന്നതിനുള്ള പേയ്മെന്റ് ഓർഡർ സപ്ലൈകോ ബാങ്കിന് നൽകിയിട്ടില്ല. ജനം, തൃശൂർ. വയനാട് കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. നടപ്പാതയിലൂടെ നടക്കുന്നവർക്കും വാഹനയാത്രക്കാർക്കും മുൻപിൽ അപകടം വരുത്തും വിധമാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. നടപ്പാതയിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലികളും ഇല്ല. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നയിടത്താണ് ട്രാൻസ്ഫോർമർ ഭീഷണി ഉയർത്തുന്നത്. നിലവിൽ നടപ്പാതയ്ക്ക് വേണ്ടി ഇവിടെ പാറപൊട്ടിക്കൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. എന്നാൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുകാരണം നടപ്പാതയുടെ മധ്യത്തിലുള്ള ട്രാൻസ്ഫോർമർ ഏതു സമയത്തും അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് വ്യാപാരികളും യാത്രക്കാരും.
നല്ല തിരക്കുള്ള നഗരത്തിലെ ഭാഗത്താണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത്. ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കൂടുതൽ തിരക്ക് സൃഷ്ടിക്കുന്നതിനും കാരണമാകാറുണ്ട്. നിരവധി കാൽനട യാത്രക്കാരും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. നടപ്പാതയുടെ നടുവിലുള്ള ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്. ജാതീയമായ ചിന്തകളും വേർതിരിവും ഒഴിവാക്കാൻ ഹിന്ദു സമൂഹത്തോട് ആഹ്വാനം ചെയ്ത് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഒരു ക്ഷേത്രം, ഒരു കിണർ, ഒരു ശ്മശാനം എന്ന നിലയിൽ കൂട്ടായ്മയുണ്ടാക്കി മുന്നേറാൻ ഹിന്ദു സമൂഹം ശ്രമിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. 5 ദിവസത്തെ അലിഗഡ് സന്ദർശനത്തിനിടെ സ്വയം സേവകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, ജാതീയമായ സ്പർദ്ധ വളർത്താനും അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ജാതിയുടെ പേര് പറഞ്ഞ് ഹിന്ദു സമൂഹത്തിനിടയിൽ വിള്ളലുണ്ടാക്കുവാനുള്ള വലിയ ശ്രമം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിലവിൽ നടക്കുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പോലെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ചില മുന്നണികൾ ഇവരെല്ലാം ജാതീയത വീണ്ടും വളർത്തുവാൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നിലനിന്ന് പിന്നീട് അത് സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ ഇല്ലാതാക്കിയ ആ ജാതീയതയെ തിരിച്ചു കൊണ്ടുവരുവാൻ വലിയ ശ്രമം രാജ്യത്തിൻ്റെ ചില കോണുകളിലെങ്കിലും നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ശക്തമായ ഒരു ആഹ്വാനം ഹിന്ദു സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. അതായത് ജാതീയമായ ചിന്തകളും അതോടൊപ്പം തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവും പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കുവാൻ ഹൈന്ദവ സമൂഹം തയ്യാറാകണം എന്ന ആഹ്വാനമാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹിന്ദു സമൂഹം മൂല്യാധിഷ്ഠിതമായി മുന്നോട്ട് പോയ ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഈ ഒരു സാംസ്കാരിക ദേശീയത ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിനാൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹം മുന്നോട്ട് പോകണമെന്നതാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് പരത്തേണ്ടത് എന്നത് അദ്ദേഹം ഈ സ്വയം സേവകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബമായിരിക്കണം സമൂഹത്തിൻ്റെ ആധാരശില, ദേശീയതയും ഐക്യവും വളർത്താൻ ഉത്സവങ്ങൾ ഒരുമിച്ച് നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി മോഹൻ ഭാഗവത് തൻ്റെ ഈ പ്രസംഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബമായിരിക്കണം അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഘത്തിൻ്റെ ഈ ശതാബ്ദി വർഷത്തിൽ തന്നെ സംഘം പഞ്ചപരിവർത്തൻ എന്ന ഒരു ആശയം മുൻനിർത്തിയാണ് വലിയ സമ്പർക്കത്തിന് രാജ്യവ്യാപകമായി തുടക്കം കുറിക്കാൻ പോകുന്നത്. അത് ഈ വിജയദശമിക്ക് ശേഷമുള്ള സംഘത്തിൻ്റെ ശതാബ്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന വലിയ സമ്പർക്കം, അതിൽ കുടുംബ പ്രബോധനം ഉൾപ്പെടെയുള്ള പഞ്ചപരിവർത്തനം എന്ന വിഷയം സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പഞ്ചപരിവർത്തനത്തിൽ ആദ്യത്തെ വിഷയം തന്നെ കുടുംബ പ്രബോധനം എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ അടിത്തറ ഇല്ലാണ്ടാക്കുവാനുള്ള വലിയ ശ്രമം വൈദേശിക ശക്തികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ വൈദേശികമായ ചില കൾച്ചറുകളെ കൂടുതലായി സമൂഹത്തിനിടയിലേക്ക് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ വിശേഷിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുടുംബ പ്രബോധനം അല്ലെങ്കിൽ കുടുംബങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ആശയത്തിന് RSS വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രാജ്യവ്യാപകമായ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിനാൽ കുടുംബത്തിൻ്റെ ഐക്യം അതോടൊപ്പം തന്നെ ഇത്തരം സന്ദേശങ്ങൾ പരത്തിക്കൊണ്ട് സമൂഹത്തിൽ കൂടുതൽ അടിത്തറ പരത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഉത്സവങ്ങൾ, ഐക്യവും ദേശീയതയും വളർത്താൻ ഉത്സവ ആഘോഷങ്ങൾ ഒരുമിച്ച് നടത്തണം. നമുക്കറിയാം ഭാരതം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഉത്സവങ്ങൾ ലോകത്ത് മറ്റൊരു സംസ്കാരത്തിനോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രങ്ങൾക്കോ അവകാശപ്പെടാൻ കഴിയില്ല. അത്രത്തോളം ഉത്സവങ്ങൾ നമ്മുടെ ദേശത്ത് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മുടെ ഐക്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ ബോധത്തെയും കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അത് ഒരുമിച്ച് നടത്തണം. അതായത് ജാതീയമായ ചിന്തകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഉത്സവങ്ങളൊക്കെ ഒരുമിച്ച് നടത്തുവാൻ നമ്മുടെ ഹൈന്ദവ സമൂഹം തയ്യാറാകണമെന്ന ആഹ്വാനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്ഷേത്രം, ഒരു കിണർ, ഒരു ശ്മശാനം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറണം. അതായത് ഈ ജാതീയതയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വലിയ ഐക്യത്തിൻ്റെ സന്ദേശം വേണം എന്നതാണ് RSS മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. ഒപ്പം ഈ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ രാജ്യത്തെ പല പ്രതിപക്ഷ പാർട്ടികളും ഹിന്ദു സമൂഹത്തിനിടയിൽ വീണ്ടും ജാതിയുടെ പേരിൽ ഹൈന്ദവ ഐക്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ RSS സർസംഘചാലകൻ്റെ ഈ ഒരു പ്രസ്താവന എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന ഘടകം. രോഹിണി. ശരി ഗൗതം. ജാതീയമായ ചിന്തകളും വേർതിരിവും ഒഴിവാക്കാൻ ഹിന്ദു സമൂഹത്തോട് ആഹ്വാനം ചെയ്ത സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഒരു ക്ഷേത്രം, ഒരു കിണർ, ഒരു ശ്മശാനം എന്ന നിലയിൽ കൂട്ടായ്മയുണ്ടാക്കി മുന്നേറാൻ ഹിന്ദു സമൂഹം ശ്രമിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. 5 ദിവസത്തെ അലിഗഡ് സന്ദർശനത്തിനിടെ സ്വയം സേവകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് വിലയ്ക്കും നിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണ്. ഇടിച്ചുകയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നാണ് വിമർശനം. ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടത്, തലക്കെട്ടിലാണ് മുഖപ്രസംഗവും വിമർശനങ്ങളും വന്നിരിക്കുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പറയൂ. രോഹിണി, ഈ കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ക്യാമറകൾക്ക് മുന്നിലേക്ക് വരാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനത്തിനും പരിഹാസത്തിനും ഒക്കെ ഇടവരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുഖപത്രം തന്നെ ആ വിഷയത്തിൽ വലിയ വിമർശനവും ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. വീക്ഷണം പറയുന്നത് ഈ പരിപാടികളിൽ ഏത് മഹത്തരമായ പരിപാടിയെയും ഇത്തരക്കാർ പരിഹാസ്യമാക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലോടെയാണ് വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗം വരുന്നത്. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തരുത്, വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തുന്ന നിർബന്ധ ബുദ്ധി വേണ്ട, നമ്മളിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നു, ഏത് മഹത്തായ പരിപാടിയെ മറ്റുള്ളവർക്ക് പരിഹാസ്യമാകുന്ന തരത്തിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നില മറന്നാണ് പെരുമാറുന്നത്. സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വളരെ വലിയ ജനബാഹുല്യമുള്ള പരിപാടികളിലും കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. ആ പഴയ അച്ചടക്കം കാണിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സ്വയം തയ്യാറാകണമെന്നുള്ളത് ഒരു വിമർശനവും ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ്, കുത്തഴിഞ്ഞ അവസ്ഥയാകരുത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നു. പ്രവർത്തകർ സ്വയം, നേതാക്കളുമൊക്കെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും പരിപാടികളിലുമൊക്കെ ഉദ്ഘാടകനും അധ്യക്ഷനും അങ്ങനെയുള്ള പ്രസംഗിക്കുന്ന ആളുകൾക്കുമൊക്കെ കൃത്യമായ ഇരിപ്പിടങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തണം. ഈ സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലും അടക്കം ഇത്തരം വിമർശനങ്ങൾ വരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള വിമർശനവും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രകടനങ്ങളിലും ജാഥകളിലും പരസ്പരം ഉന്തും തള്ളും സൃഷ്ടിക്കുന്ന പ്രവണത പാർട്ടിക്ക് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളൊരു വിമർശനവും വീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ പരിപാടികളെല്ലാം കാണാൻ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പേർ വേദിയിലുണ്ടാകുന്ന, സ്റ്റേജിലുണ്ടാകുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്ര വലിയ ഇടിച്ചുതള്ളലൊക്കെ എപ്പോഴും കോൺഗ്രസിന്റെ പരിപാടികൾ അടുത്ത കാലത്ത് ഉണ്ടാകാറുമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയായിരുന്നു കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിൽ സ്വന്തം പാർട്ടി മുഖപത്രം വരെ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഇതിനോട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാനൊരുങ്ങി എക്സൈസും. ആലപ്പുഴയിൽ 2 കോടിയിലേറെ രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുമായുള്ള ബന്ധം കണ്ടെത്താനാണ് ചോദ്യം ചെയ്യൽ. തസ്ലീമയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും നമ്പറുകൾ ഉണ്ടായിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണല്ലോ. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ദമ്പതികളെ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തുടർ നടപടികളായിരിക്കും ഇനി ഉണ്ടാകുക? ടോണി 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും തസ്ലീമയുടെ ഫോൺ കോൾ വിവരങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറെ വൈകിയാണെങ്കിലും ഇപ്പോൾ ശ്രീനാഥ് ഭാസിയെയും അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എക്സൈസ് എത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസ് ഉണ്ടാകുന്നത്. ഈ കേസ് ഉണ്ടായി ഇത്രയും ദിവസത്തിനകവും കൃത്യമായ മൊഴിയും എല്ലാം ഉണ്ടായിട്ടും ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന പരാതി ശക്തമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പോലീസ് സംഘം 3ആയി തിരിഞ്ഞ് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. 3 പ്രതികളാണ് അവിടെ അറസ്റ്റിലായത്. 3 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എക്സൈസിൻ്റെയും തുടർ നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ കൃത്യമായ ഒരു ഇവരിലേക്ക് എത്താൻ, ശ്രീനാഥ് ഭാസിയിലേക്കും അതോടൊപ്പം തന്നെ ഷൈൻ ടോം തോമസിലേക്കും എത്താനുള്ള തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചു എന്നുള്ള സൂചനകളുണ്ട്. ഇത് എല്ലാം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇരുവരെയും സിനിമാ മേഖലയിലുള്ള ഇവരുടെ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷൈൻ ടോം
ചാക്കോയെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എക്സൈസ് കടക്കുന്നത്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളിലും മറ്റും, തസ്ലീമയുടെ വാട്സപ്പ് ചാറ്റുകളിലും മറ്റും ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതും അതോടൊപ്പം ഷൈനോടൊപ്പമുള്ളതുമായ സംഭാഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തതായി കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ നിരവധി തവണ ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും എല്ലാം വ്യക്തമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എക്സൈസ് ഏറെ വൈകിയാണെങ്കിലും കടക്കുന്നത്. ശരി സുധീഷ്, അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണല്ലോ. നേരത്തെ ഈ കൊക്കൈൻ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികൾ കുറ്റവിമുക്തരായിരുന്ന ആ സാഹചര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ നടത്തി തന്നെയാണോ പോലീസ് ഇനി മുന്നോട്ട് നീങ്ങുക? ടോണി, അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരു തീരുമാനം എന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ശരീരത്ത് രാസലഹരിയുടെ അംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം ഇനിയും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ മതി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനുള്ളിൽ ഇന്ന് ഇപ്പം കമ്മീഷണറുടെ അധ്യക്ഷതയിൽ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ പങ്കാളികളാവും. അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ വിശദമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലെയും മറ്റും മൊഴികളെല്ലാം തന്നെ തല കീറി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവും മുന്നോട്ടുള്ള നടപടി എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ സാജിറിനെ കുറിച്ച്, ഈ കേസിലെ ഏറ്റവും നിർണായകമായത് ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്കെല്ലാം കടന്നത് സാജിറുമായുള്ള ഇടപെടലിലായിരുന്നു. സാജിർ എന്ന വലിയ സിനിമാ മേഖലയിലൊക്കെ ലഹരി മരുന്നുകൾ എത്തിക്കുന്നതിലെ പ്രധാനി, ഹൈബ്രിഡ് കഞ്ചാവായാലും മറ്റ് രാസലഹരികളായാലും എത്തിക്കുന്നതിലെ പ്രധാനിയാണ് സാജിർ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സാജിറിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, അയാളെ പിടികൂടേണ്ടതുണ്ട്. അയാൾക്കായി നടത്തിയ നിരീക്ഷണങ്ങളിലും പരിശോധനകൾക്കും എല്ലാം ഇടയിലാണ് ഷൈൻ ടോം ചാക്കോ സത്യത്തിൽ ഈ കേസിലേക്ക് പെടുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഈ സാജിറിനെ പിടികൂടാനുള്ള നിരീക്ഷണത്തിൽ സാജിറിൻ്റെ ഫോൺ വിവരങ്ങൾ വെച്ചുള്ള പരിശോധനയിൽ ടൗൺ ഹാൾ ജംഗ്ഷൻ സമീപത്തെ പാലത്തിന് 200 മീറ്റർ അരികിലായിട്ട് സാജിർ ഉണ്ട് എന്ന് കണ്ടെത്തി. ആ മേഖലയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് അവിടെ ഷൈൻ താമസിക്കുന്നു എന്നറിയുന്നതും ഷൈൻ്റെ മുറിയിലേക്ക് എത്തിയതെന്നതുമാണ് വ്യക്തമാകുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നത്. തുടർന്നുള്ള പരിശോധനയിലും മറ്റുമാണ് സാജിറും ഇയാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതും ഇയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സിനിമാ മേഖലയിൽ പലർക്കും ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിലെ പ്രധാനി ഈ സാജിറാണ്, ഫോർട്ട് കൊച്ചിക്കാരനാണ് എന്നും വ്യക്തമാവുന്നുണ്ട്. എന്നാൽ ഇയാളുടെ ഒരു ഫോട്ടോ പോലും പോലീസിന് ഇതുവരെ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിവരം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇയാൾ അപൂർവമായി മാത്രമാണ് കേരളത്തിൽ തങ്ങാറുള്ളതെന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമാകുക സാജിറിനെ പിടികൂടുക എന്നത് തന്നെയാണ്. സാജിറിനെ പിടികൂടുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കുമുള്ള കുരുക്കാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇത്തരം കാര്യങ്ങളിലൂടെ, അതായത് ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയ്ക്കപ്പുറം ഇതുവരെ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും ഒക്കെ സാമ്പത്തിക ഇടപാടുകളുടെയും മറ്റും ഉണ്ടെങ്കിൽ അതിൽ കൂടുതലായി ഉള്ള തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് അടുത്ത ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുക. ഈ കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ തന്നെ ഷൈൻ ടോം ചാക്കോയെ കൊടുക്കാൻ കഴിഞ്ഞത് അത് ഇത്തരം നിരവധി കള്ളങ്ങൾ പറഞ്ഞെങ്കിൽ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന തെളിവുകൾ ഈ പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ രീതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ വൈകാനാണ് സാധ്യത. ഇതേ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോ ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയിൽ നെഗറ്റീവ് ഫലമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIR തന്നെ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കവുമാണ് നടത്തുന്നത്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മണൽ മൂടിയ മുതലപ്പുഴയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. മണൽ മൂടി അഴിമുഖം അടഞ്ഞ ഭാഗത്ത് കടലിൽ കുളിക്കാനായി 100 കണക്കിന് പേരാണ് എത്തുന്നത്. സർക്കാരിന്റെ അനാസ്ഥ കാരണം 6 അടി താഴ്ചയുണ്ടായിരുന്ന അഴിമുഖം സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര തീരമായി മാറുകയാണ്. മണൽ മൂടിയ മുതലപ്പുഴയിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ്. കുടുംബവുമായി സായാഹ്നം ചെലവഴിക്കാൻ വരുന്നവരാണ് ഏറെയും. ഈസ്റ്റർ ദിവസമായി ഇന്നലെ അഴിമുഖത്ത് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. പെരുമാതുറ ബീച്ചിൽ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ വരുന്നവരാണ് അഴിമുഖത്തെ മണൽ മൂടിയ ഭാഗം വിനോദത്തിനായി സ്വയമേ തിരഞ്ഞെടുത്തത്. എത്തുന്നവർ ഏറെയും കുട്ടികളും ചെറുപ്പക്കാരുമാണ്. കടലും കായലും ചേരുന്ന ആഴം കുറഞ്ഞ ഭാഗത്ത് നീന്തി തിമിർക്കാനും കുളിക്കാനും ആളുകളേറെ. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 77ഓളം മത്സ്യത്തൊഴിലാളികൾ മുങ്ങിമരിച്ച
ഏറ്റവും ആഴം കൂടിയ അഴിമുഖത്താണ് പോലീസിന്റെയോ ലൈഫ് ഗാർഡുകളുടെയോ സുരക്ഷിതത്വമില്ലാതെ ആളുകൾ വൈകുന്നേരങ്ങളിൽ ഉല്ലാസത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അഴിമുഖത്ത് പുതിയൊരു ബീച്ച് തന്നെ രൂപപ്പെട്ട നിലയിലാണ് സഞ്ചാരികൾ എത്തുന്നത്. അഴിമുഖ പ്രദേശമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തിരകൾ കുറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിരവധി സഞ്ചാരികൾ അഴിമുഖത്തെ തേടിയെത്തും. നിലവിൽ മണൽ മൂടിയ പ്രദേശത്തുകൂടി ചെറിയ വള്ളങ്ങൾ ട്രാക്ടറുകളിൽ കെട്ടിയിറക്കിയാണ് കടലിലേക്ക് കൊണ്ടുപോകുന്നത്. സർക്കാരിന്റെ അനാസ്ഥ മൂലം 6 അടി താഴ്ചയുണ്ടായിരുന്ന ഒരു അഴിമുഖം സുരക്ഷിതമല്ലാത്ത വിനോദസഞ്ചാര തീരമായി മാറുകയാണ്. ജനം, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. ഇന്നു മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആദ്യ ദിനമായ ഇന്ന് തൃശൂരിലാണ് കൺവെൻഷന്റെ തുടക്കം. തൃശൂരിൽ നിന്ന് സനു സജീവും അരുൺ ആലത്തൂരും ചേരുന്നു. ആദ്യം സനുവിലേക്ക്. സനു, കൂടുതൽ വിവരങ്ങൾ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വികസിത കേരളം കൺവെൻഷനുള്ള ഒരുക്കങ്ങളെല്ലാം തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെയാണ് ആദ്യത്തെ വികസിത കൺവെൻഷൻ നടക്കുന്നത്. അതായത് സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 9 മണിയോടുകൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സംസ്ഥാന അധ്യക്ഷനെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകും. തുടർന്ന് ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹത്തെ ആനയിക്കും. തുടർന്നാണ് ഈ വികസിത കൺവെൻഷൻ നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഉപരി നേതാക്കളും അതേപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികളും ഒപ്പം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട, അതായത് 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികളെയും അടക്കം സജീവ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ളൊരു കൺവെൻഷനാണ് തൃശ്ശൂർ സിറ്റിയിൽ നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇന്ന് ആരംഭിക്കുന്നത്, അതായത് ഇന്ന് ആരംഭിച്ച് മെയ് 10 അവസാനിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വികസിത കൺവെൻഷനുകൾ നടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തൃശ്ശൂർ സിറ്റിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 4 മണിക്ക് തൃശ്ശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയിലും സമാന നിലയിലുള്ള കൺവെൻഷൻ നടക്കും. അതായത് മിഷൻ 2025 എന്ന് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടി സംവിധാനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ശക്തമായിട്ടുള്ളൊരു മത്സരവും, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു ശക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഒരു കൺവെൻഷനിലൂടെ BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഏകദേശം തൃശ്ശൂർ സിറ്റിയിൽ 1700-ലധികം സജീവ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അതേപോലെ തന്നെ സൗത്ത് ജില്ലാ കമ്മിറ്റിയിലും 1400-ലധികം സജീവ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി തന്നെയാണ് അവിടെയും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 9 മണിക്ക് ശേഷം ഇവിടെ എത്തുകയും തുടർന്ന് തൃശ്ശൂർ സിറ്റിയുടെ കോർ കമ്മിറ്റി നടക്കും. അതിനുശേഷം മാധ്യമങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ കാണും. അതിനുശേഷമാണ് ഈ ഒരു വികസന കൺവെൻഷൻ നടക്കുന്നത്. തുടർന്ന് ഈ പരിപാടി പൂർത്തിയായതിനു ശേഷം ഈ പാർട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എതിരാളികളുടെ ആയുധങ്ങൾക്കിരയായി ബലിദാനികളായവരുടെ വീടുകളിലടക്കം സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി നടക്കുക. രോഹിണി. ശരി സനു, അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, വികസിത കേരളം കൺവെൻഷനുകൾക്കും ഒപ്പം ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. എത്രത്തോളം ആവേശവും ഊർജ്ജവുമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക? ഒപ്പം ഇനി സംഘടന മുന്നോട്ട് വയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാകുമോ പ്രധാനമായും ചർച്ച ചെയ്യുക? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും കടക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഈ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാനത്തുടനീളം 30 സംഘടനാ ജില്ലകളിലും നടത്തുന്ന ഒരു യാത്ര എന്ന നിലയ്ക്ക് കൂടി വേണം നമുക്ക് ഈ വികസിത കേരളം 2025 എന്നുള്ള ഇതിനെ കാണാൻ വേണ്ടി എന്നുള്ളതാണ്. ഏതായാലും ഈ 30 സംഘടനാ ജില്ലകളിലുമുള്ള ആ ഒരു പര്യടനം അതിന് തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്നുള്ളതും അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് തൃശ്ശൂരിൽ അനായാസം വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഏറ്റവും അധികം ശക്തിയുള്ള ഒരു മേഖല, ആ ശക്തിയുള്ള മണ്ണിൽ നിന്നും ഈ വികസിത കേരളം 2025 എന്നുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ ഒരു സമ്മേളനങ്ങളും മറ്റും ആരംഭിക്കുന്നു എന്നുള്ളത് കൃത്യമായി അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം വിവിധങ്ങളായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും അതല്ലെങ്കിൽ മുനമ്പത്തെ വിഷയമാണെങ്കിലും അതുകൂടാതെ നിരവധി ജനകീയ വിഷയങ്ങളിലൊക്കെയുള്ള BJPയുടെ പോരാട്ടങ്ങൾ ഒരിടത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. അതിനൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, BJPയുടെ ഓരോ ഓഫീസുകളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജനങ്ങളുടെ ജനസേവന കേന്ദ്രം കൂടിയായിട്ട് പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരിടത്ത് അതിനെ കൃത്യമായ പരിപാടികളുമായിട്ടും പ്രതിഷേധങ്ങളുമായിട്ടും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. മറുവശത്ത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, സംഘടനയുടെ ഏറ്റവും താഴെ തട്ട് മുതൽ മുകൾ തലം വരെയുള്ള എല്ലാ തലങ്ങളിലും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഈ വികസിത കേരളം 2025 എന്നുള്ള ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ മെയ് 10 വരെ, ഇന്നു മുതൽ ആരംഭിച്ച് മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ സംഘടനാ യാത്ര, അതിൽ ഈ ബൂത്ത് പ്രസിഡന്റുമാർ മാത്രമല്ല, നമുക്കറിയാം ഈ ബൂത്ത് തലത്തിലുള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാന ഭാരവാഹികളായിക്കോട്ടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിക്കോട്ടെ, അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഈ കൺവെൻഷനുകളിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ മാത്രം 1700 പേരാണ് രാവിലെ സിറ്റി ജില്ലയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടെ നടക്കുന്ന സൗത്ത് ജില്ലയുടെ ഈ സമ്മേളനത്തിലാണെങ്കിൽ 1400ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏതായാലും പാർട്ടി ഉദ്ദേശിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലേക്ക് ഈ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് ഇന്നിപ്പോൾ എത്തുമ്പോൾ ഏകദേശം 9 മണിയോടുകൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുക. അദ്ദേഹത്തിന് വിപുലമായിട്ട് തന്നെയുള്ളൊരു സ്വീകരണം നൽകാൻ കൂടെയാണ് പ്രവർത്തകരും മറ്റുമൊക്കെ ഒരുങ്ങുന്നത്. വലിയ ആവേശം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആവേശമാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം പുതിയ കാര്യക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ അവരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. സംഘടന കേരളത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ സൂചന എന്നോളമാണ് തൃശ്ശൂരിൽ അനായാസം BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ഇടങ്ങളിൽ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. കൂടുതൽ കോർപ്പറേഷനുകളും അതുപോലെ തന്നെ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഒക്കെ അധികാരത്തിലേക്ക് ഏറുന്നതിന് വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി, അത് തന്നെയാണ് ഈ വികസിത കേരളം 2025 എന്നുള്ള ഈ പദ്ധതി, ഈ ഒരു സമ്മേളനങ്ങളിലൂടെയും സംഘടനാപരമായിട്ടുള്ള യാത്രയിലൂടെയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത്, പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൃത്യമൊരു 9 മണിയോടുകൂടെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ശരി അരുൺ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കം. ആദ്യ ദിനമായ ഇന്ന് തൃശ്ശൂരിലാണ് കൺവെൻഷന്റെ തുടക്കം. തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവും അരുൺ ആലത്തൂറുമാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂപ്രശ്നത്തിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് വാദം തുടരും. ഭൂമി ഏറ്റെടുത്ത 2019 വഖഫ് ബോർഡ് നടപടിയും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഇന്ന് പരിശോധിക്കും. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. രോഹിണി, നിലവിൽ ഇന്ന് 5ാമത്തെ ദിവസമാണ് മുനമ്പം ഭൂമി കേസുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം നടക്കുന്നത്. ആദ്യ ദിവസം ഈ വഖഫ് ട്രൈബ്യൂണൽ പ്രധാനമായും പരിശോധിച്ചിരുന്നത് ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട ആധാരം, അതായത് സത്താർ സെട്ട് ഈ ഫറൂഖ് കോളേജിന് ഈ കൈമാറിയ ആധാരം, ആ ആധാരമായിരുന്നു ആദ്യ ദിവസം വഖഫ് ട്രിബ്യൂണൽ പരിശോധിച്ചിരുന്നത്. ഈ സമയത്ത് ഈ ഫറൂഖ് കോളേജ് പറഞ്ഞിരുന്നത്, ഈ ആധാരവുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ഫറൂഖ് കോളേജ് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഫറൂഖ് കോളേജ് നശിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ഈ ഭൂമി അത് തിരിച്ച് സത്താർ സേട്ടിന് നൽകണം എന്നതടക്കമുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ആധാരം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഫറൂഖ് കോളേജ് ആദ്യ ദിവസം വാദിച്ചത്. എന്നാൽ ഇത് വഖഫ് ഭൂമിയാണെന്നാണ് വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ വാദിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് 2ാമത്തെ ദിവസം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നത്. ഈ
ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നിരിക്കുന്ന കേസുമായി അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിധി, ഈ കാര്യങ്ങളൊക്കെയായിരുന്നു രണ്ടാമത്തെ ദിവസം വഖഫ് ട്രിബ്യൂണൽ ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ന് പ്രധാനമായും ഈ വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണോ അല്ലെങ്കിൽ ഇത് ഈ സത്താർ സേട്ട് അല്ലെങ്കിൽ ഇത് ദാനമായി ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമിയാണോ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും കോടതി പരിശോധിക്കുക. മാത്രമല്ല 2019 ഈ മുനമ്പം ഭൂമി വഖഫ് ട്രിബ്യൂണൽ ഈ വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ രജിസ്റ്റർ ചെയ്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഫറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായാലും കോടതി പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണോ അല്ലെങ്കിൽ ഇത് ദാനമായി നൽകിയ ഭൂമിയാണോ, അതാണ് ഇന്ന് കൃത്യമായി പരിശോധിക്കുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ട്രിബ്യൂണലിന്റെ അന്തിമ വിധി എന്തായിരിക്കും എന്നതിൽ ഈ ട്രിബ്യൂണൽ ജഡ്ജിയായിരിക്കുന്ന രാജൻ തട്ടിലിന്റെ വിധി നിലപാട് നിർണായകമായിരിക്കും. എന്തായാലും ഇന്ന് 11 മണിയോട് കൂടിയാണ് ഈ വാദം കോഴിക്കോട്ടെ വഖഫ് ട്രിബ്യൂണലിൽ തുടരുക. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി നരിക്കോട്ടില്ലത്തിൻ്റെതാണെന്ന് അവകാശികൾ വ്യക്തമാക്കിയതോടെ വിഷയം വീണ്ടും ചർച്ചയാകുന്നു. നരിക്കോട്ടില്ലം അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരികെ ലഭിക്കാൻ നടപടിയുമായി മുന്നോട്ട് വന്നാൽ BJP സർവാത്മനാ പിന്തുണയ്ക്കുമെന്നും പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം പഴയകാല രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. തളിപ്പറമ്പിലെ വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ നരിക്കോട്ടില്ലത്തെ ഇപ്പോഴത്തെ അവകാശികൾ രംഗത്ത് വന്നതോടെ പൊളിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് നരിക്കോട്ടില്ലത്തെ ആളുകൾക്കും തളിപ്പറമ്പിൽ വഖഫിന്റെ നോട്ടീസ് ലഭിച്ച ആളുകൾക്കും പിന്തുണയുമായി BJP ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. നരിക്കോട്ടില്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ പൂർവിക സ്വത്ത് തിരിച്ചുപിടിക്കാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ എല്ലാവിധ പിന്തുണയും നൽകാനാണ് BJPയുടെ തീരുമാനം. ഇന്ന് നരിക്കോട്ടില്ലം ഉന്നയിച്ച ആവശ്യം അവർ നിയമപരമായി ഇതിനു വേണ്ടി പോരാടുകയാണെങ്കിൽ BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശക്തമായൊരു പിന്തുണ അവർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും മുൻകാല രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും BJP നേതൃത്വം ആവശ്യപ്പെട്ടു. റവന്യൂ അധികൃതർ ഇതിന് വ്യക്തമായി പരിശോധന നടത്തണം. വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ യാതൊരു സാഹചര്യവുമില്ല, യാതൊരു തെളിവുമില്ല. അത് ആധികാരികമായി പറയാനാണെങ്കിൽ നരിക്കോട്ടില്ലത്തിൻ്റെതാണ്. നരിക്കോട്ടില്ലത്തിന് ഈ ഭൂമി തിരിച്ചു നൽകാൻ റവന്യൂ അധികൃതർ തയ്യാറാവണം. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം, കളക്ടർ അതിന് മുൻകൈ എടുക്കണമെന്നുള്ളതാണ് BJPക്ക് പറയാനുള്ളത്. പതിറ്റാണ്ടുകളായി വീട് വെച്ച് ജീവിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വഖഫ് ബോർഡ് പരിശ്രമിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് CPMഉം കോൺഗ്രസും സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം എല്ലാത്തിനും പരിഹാരമാകുമെന്നും BJP നേതൃത്വം പറയുന്നു. ജനം, കണ്ണൂർ. സംസ്ഥാനത്ത് ചിക്കൻ പോക്സും മുണ്ടിനീരും പിടിപെടുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന. പ്രതിദിനം രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 130ലേക്ക് ഉയർന്നു. വേനൽ കടുത്തതോടെ ഇത്തരം രോഗങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ചിക്കൻ പോക്സും മുണ്ടിനീരും സംസ്ഥാനത്ത് പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് എന്നുള്ള കണക്കുകളാണോ വരുന്നത്? രോഹിണി, വേനൽ കടുത്തതോടുകൂടിയാണ് ഈ രോഗങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു വർധനം ഉണ്ടാകുന്നത്. സാധാരണ വേനൽക്കാലത്താണ് മുണ്ടിനീരും ചിക്കൻ പോക്സും പടർന്നു പിടിക്കുന്നത്. അതും ഈ കുട്ടികളിൽ, ഈ വേനലവധിക്കൊക്കെ കുട്ടികൾ വീട്ടിലാണ്. അപ്പോൾ ഈ കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായി രോഗം പിടിപെടുന്നത്. കാരണം ഈ ചൂടൊന്നും നോക്കാതെ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതലായി മുണ്ടിനീര് പിടിപെടുന്നത്. ഇത് അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സും. മുൻ വർഷങ്ങളെക്കാൾ വലിയ രീതിയിൽ രോഗം വ്യാപിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും വലിയ രീതിയിലുള്ളൊരു ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. പരമാവധി വെള്ളം കുടിക്കണം, ചൂടിനെതിരെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 74,000 പേരാണ് മുണ്ടിനീരിന് ചികിത്സ തേടിയതെങ്കിൽ ഈ വർഷം ആ കണക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്രതിദിനം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 130ലേക്ക് ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ മാസമൊക്കെ 80ൽ താഴെയായിരുന്ന കണക്കാണ് ഈ മാസം 130 എന്നുള്ള നിലയിലേക്ക് ഉയർന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് ബാധിതരുടെ എണ്ണം. പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ മാസമൊക്കെ അത് 80ൽ താഴെയായിരുന്നു. അതിപ്പോൾ 100 കടന്ന് 120 എന്നുള്ളൊരു കണക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം
ഈ മാസം ഇതുവരെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 19,031 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കണക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും വേനൽ കടുക്കും. അതുകൊണ്ട് വേനൽക്കാല രോഗങ്ങൾക്കെതിരെ ചെങ്കണ്ണ്, ചിക്കൻ പോക്സ്, അതോടൊപ്പം തന്നെ മുണ്ടിനീര്, പ്രത്യേകിച്ച് മുണ്ടിനീര് കുട്ടികളിലാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോത്താനിക്കോട് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ 52 പേർക്കാണ് പരിക്കേറ്റത്. 4000-ഓളം പേരാണ് കാണികളായി ഉണ്ടായിരുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വലിയ ഒരു ദുരന്തം നടക്കേണ്ടത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. പക്ഷേ അനാസ്ഥയ്ക്കെതിരെ നടപടിയെടുത്തേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുധീഷിലേക്ക് എത്താം. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ 52 പേർക്കാണ് പരിക്കേറ്റത്. 4000-ഓളം പേരാണ് കാണികളായി ഉണ്ടായിരുന്നത്. നാളെ ഫൈനൽ മത്സരം നടക്കാനിരിക്കെയാണ് അപകടം ഉണ്ടായത്. വലിയ ദുരന്തം ഉണ്ടാകേണ്ട സാഹചര്യം തന്നെയായിരുന്നു. കാരണം 4000-ഓളം കാണികളാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്തെ മണ്ണിൽ പുതഞ്ഞ് ഗാലറിയുടെ ഒരു വശം ചരിയുകയായിരുന്നു. തുടർന്നാണ് ഈ അപകടം ഉണ്ടായത്. 52 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ. ധോണി, ഇന്നലെ രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഇന്നലെ അവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം നടക്കാനിരിക്കെ ഫൈനൽ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഗാലറി തകർന്നു വീണത്. ഒരു സൈഡിലേക്ക് അതങ്ങ് ചായുകയായിരുന്നു. ചായഞ്ഞ് അതിൽ ഇരുന്നവരാണ് താഴേക്ക് വീണത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 52 പേർക്ക് പരിക്കേറ്റു. അവരെല്ലാം തന്നെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി രാത്രിയിൽ തന്നെ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. ഇത് സംഘാടകരുടെ വലിയ പിഴവാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചതെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പോത്താനിക്കാട് പോലീസാണ് കേസെടുത്തത്. ഇത് മുളയും കവുങ്ങും ഉപയോഗിച്ചുകൊണ്ടുള്ള താൽക്കാലിക ഗാലറിയായിരുന്നു ഒരുക്കിയിരുന്നത്. ഈ ഗാലറിയാണ് 4000-ഓളം കാണികളാണ് ഇന്നലെ അവിടെ എത്തിച്ചേർന്നത്. ഈ 4000-ഓളം പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഗാലറിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ സുരക്ഷാ അനുമതിയോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതെന്നുള്ള പരാതിയുമുണ്ട്. മുൻപുള്ള മത്സരങ്ങളെക്കാൾ എല്ലാം തന്നെ ഫൈനൽ മത്സരം കൂടി ആയതുകൊണ്ട് കൂടുതൽ ആളുകളും എത്തിയിരുന്നു. ആ ഒരു സാഹചര്യമാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും സംഘാടകർക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇത്തരത്തിലൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും അറസ്റ്റിലേക്കും പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നാദാപുരത്ത് വിവാഹ സംഘത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. രോഹിണി, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് നാദാപുരത്ത് ഈ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്നത് ഒരു കുടുംബമായിരുന്നു. ഇവരുടെ കാറിന്റെ ചില്ല് അടിച്ച് തകർക്കുന്നതടക്കമുള്ള അക്രമ സംഭവങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. ഈ കാറിനകത്ത് 1 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. കാറിന്റെ ചില്ല് തകർത്തതിനെ തുടർന്ന് ആ ചില്ലിന്റെ കഷ്ണം തന്നിൽ തറിച്ച് ഈ കുട്ടിക്കടക്കം പരിക്കേറ്റിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കേൽക്കുകയും അവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ആക്രമിച്ചത്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കല്ലാച്ചി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അക്രമ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പേർക്കെതിരെ, കണ്ടാൽ അറിയുന്ന 10 പേർക്കെതിരെയാണ് കല്ലാച്ചി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കാറിലുണ്ടായിരുന്ന ചുറ്റോട് സ്വദേശി നിതിൻ ലാലിന്റെ ഭാര്യ ആതിരയുടെ പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രോഹിണി. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.
കോഴിക്കോട് കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഖജനാവിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ നടപടി. ഭൂമി ഇടപാട് നടത്തിയ കൊച്ചിൻ മലബാർ കമ്പനിയും PK അൻവറും 15 ദിവസത്തിനകം രജിസ്റ്റർ ഓഫീസിൽ ഹാജരായി പണം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. കിനാലൂർ എസ്റ്റേറ്റ് ഭൂമി തൊഴിലാളികൾക്കായി മുറിച്ചു വിൽക്കുന്നതിനായി നടത്തിയ രജിസ്ട്രേഷനിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിനുണ്ടായ നഷ്ടം 19.24 കോടി രൂപ തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രവർത്തകൻ KN ബാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ജില്ലാ കളക്ടർ നടപടി തുടങ്ങിയത്. ഭൂമി ഇടപാട് നടത്തിയ കൊച്ചിൻ മലബാർ കമ്പനിക്കും PK അൻവറിനുമാണ് ജില്ലാ കളക്ടർ നോട്ടീസ് അയച്ചത്. 20 കോടി രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ്. നിലവിൽ പൊതുതാൽപര്യ ഹർജിയിൽ പേര് ചേർത്തവർക്കാണ് കളക്ടർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുക്തിയാർ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരു വ്യാജമായൊരു മുക്തിയാർ കേവലം 300 രൂപ മുദ്രപത്രത്തിലുണ്ടാക്കി 2500 ഏക്കർ തോട്ടം താമരശ്ശേരി സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്തു. ഈ നിയമവിരുദ്ധ മുക്തിയാർ ഉപയോഗിച്ച് ഏകദേശം 750 കോടിയിൽ പരം രൂപയ്ക്ക് ഈ ജോസ് കൈനേഡിയും മറ്റുള്ള ആളുകളും എസ്റ്റേറ്റ് തുണ്ടൽവൽക്കരിച്ച് ഈ മുക്തിയാറിന്റെ ബലത്തിൽ രജിസ്റ്റർ ചെയ്ത് നൽകി. ഇതുമൂലം സർക്കാർ ഖജനാവിന് ഏകദേശം 200 കോടി രൂപയുടെ നഷ്ടം വന്നു. സ്റ്റാമ്പ് ഇനത്തിൽ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ സർക്കാർ ഈ നിയമവിരുദ്ധ മുക്തിയാർ കണ്ടുകെട്ടാൻ ഉത്തരവായി. കോഴിക്കോട് ജില്ലാ കളക്ടർ നടപടി ആരംഭിച്ചു. കിനാലൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ വിവരാവകാശ പ്രവർത്തകൻ ബാലകൃഷ്ണൻ താമസിച്ചിരുന്ന വീട് കത്തിച്ച സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ജീവന് പോലും ഭീഷണിയുണ്ടെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഭീഷണിയും അതിക്രമവും തുടരുമ്പോഴും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ബാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്. അങ്കണവാടിയിലെ മെനു പരിഷ്കരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ വിഷയം പരിശോധിക്കുകയാണെന്ന് വനിതാ ശിശു വികസന വകുപ്പിന്റെ വിവരാവകാശ മറുപടി. ഫെബ്രുവരി 3-നാണ് കൊച്ചു ശംഖു അവന്റെ ഭാഷയിൽ ബിർനാണിയും പൊരിച്ച കോഴിയും ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം പരിഗണിക്കുമെന്ന് അന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അഖില കേരള അങ്കണവാടി പിള്ളേഴ്സിന്റെ പ്രതിനിധിയായി ഉപ്പുമാവിനെതിരെ യുദ്ധം കുറിച്ച ശംഖുവിന്റെ വൈറൽ വീഡിയോ കാണാത്ത മലയാളി ഉണ്ടാവില്ല. ഉപ്പുമാവിന് പകരം ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ശക്തമായ നിലപാടിനോട് മലയാളികളൊന്നാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നാലെ ഫെബ്രുവരി 4-നായിരുന്നു സംസ്ഥാനത്തെ അങ്കണവാടികളിലെ മെനു പരിഷ്കരിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം. തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. പ്രഖ്യാപനത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടി പ്രപ്പോസൽ പരിശോധിച്ചു വരുന്നുവെന്ന് മാത്രം. പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് മെനു പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. നേരത്തെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർക്ക് യഥാസമയം വേതനം നൽകാതെ വലച്ച സർക്കാർ അങ്കണവാടി കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകാൻ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യം തന്നെ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പാലക്കാട് തച്ചമ്പാറയിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 85-കാരൻ അറസ്റ്റിൽ. തച്ചമ്പാറ മുരിങ്ങോടാൻ മൊയ്തുക്കുട്ടിയാണ് കല്ലടിക്കോട് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ ചിറ്റൂർ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. X&X ക്രിയേഷൻസിന്റെ ബാനറിൽ ചന്ദ്രകാന്തൻ പുന്നോർക്കോട്, മത്തായി തണ്ണിക്കോട്ട് എന്നിവർ ചേർന്ന് നിർമ്മിച്ച നവാഗതനായ PK ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന ഹിമുക്രി ഈ മാസം 25-ന് തിയേറ്ററുകളിലെത്തും. ശങ്കർ, കലാഭവൻ റഹ്മാൻ, അരുൺ ദയാനന്ദ്, രാജ്മോഹൻ, അംബിക മോഹൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. US വൈസ് പ്രസിഡന്റ് JD വാൻസും കുടുംബവും ഭാരതത്തിലേക്ക് തിരിച്ചു. റോമിൽ നിന്ന് കുട്ടികൾക്കൊപ്പം തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 24-ാം തീയതി വരെയാണ് വാൻസിന്റെയും കുടുംബത്തിന്റെയും ഇന്ത്യൻ സന്ദർശനം. പ്രധാനമന്ത്രിയുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തും.
5 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലെത്തി. യുഎസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര, സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസൽ ജനറൽ ശ്രീകർ റെഡ്ഡി കോപ്പുല എന്നിവർ ചേർന്നാണ് കേന്ദ്രമന്ത്രിയെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്വീകരിച്ചത്. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ സമൂഹവും നിർമ്മല സീതാരാമനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. നിക്ഷേപകർ, IT കമ്പനി സിഇഒമാർ തുടങ്ങിയവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് നഗരത്തിൽ ഈസ്റ്റർ നൈറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് BJP. നഗരസഭയുടെ നേതൃത്വത്തിൽ ഡോക്ടർ കൃഷ്ണൻ പാർക്കിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഗീത വിരുന്നും നടന്നു. ഈസ്റ്റർ രാവുകൾക്ക് മധുരം പകർന്നുകൊണ്ടാണ് പാലക്കാട് നഗരത്തിൽ BJP ഈസ്റ്റർ നൈറ്റ് ഫെസ്റ്റ് നടത്തിയത്. നഗരസഭയുടെ ഡോക്ടർ കൃഷ്ണൻ പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും സത്യത്തോടൊപ്പം നിലകൊള്ളുക, അന്തിമ വിജയം സത്യത്തിന് മാത്രമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഈസ്റ്റർ ദിനാഘോഷമാണെന്ന് നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ആഘോഷപൂർവ്വം ഈസ്റ്റർ നൈറ്റ് ആഘോഷിക്കുന്നത്. തുടർന്ന് സംഗീത വിരുന്നും കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പാലക്കാട് നഗരസഭയ്ക്ക് ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങാൻ നമ്മുടെ നഗരസഭയ്ക്കും പ്രത്യേകിച്ച് കൃഷ്ണകുമാരേട്ടനും പ്രശാന്ത് ശിവേട്ടനും സാധിക്കട്ടെ എന്ന് അറിയിക്കുന്നു. പരിപാടിയാണ്. ഇതുപോലെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഒത്തുകൂടി ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം ഇതുപോലെ മുനിസിപ്പാലിറ്റിക്ക് നടത്താൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ല ഇതുപോലെ ഒരു ഒത്തൊരുമയോട് കൂടി വീക്കെൻഡ് ദിനത്തിലൊക്കെ ഒത്തൊരുമിച്ച് ചേരാനുള്ള പരിപാടിയാണ്. നല്ല പരിപാടിയാണ്, നല്ലൊരു ഐഡിയ ആണ്. പ്രോഗ്രാമാണ്. സ്പെഷ്യലി പാലക്കാട് BJPയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാ വിധത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. സ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ എഗ് പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്യാണ്. അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം അവർക്ക് ഇതുവരെ കിട്ടി കാണില്ല. കാരണം പാലക്കാട് ആരും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സ്പെഷ്യലി BJPയുടെ ആഭിമുഖ്യത്തിലാണ്. ക്രിസ്ത്യാനിറ്റി ഫുൾ സപ്പോർട്ടാണ്. ഈസ്റ്റർ ഫെസ്റ്റ് നല്ലൊരു പരിപാടിയാണ്. കുട്ടികൾക്ക് ഒരുപാട് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ നല്ലൊരു ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനദാനത്തോടെയാണ് പരിപാടി സമാപിച്ചത്. ജനം, പാലക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടംപള്ളി ക്ഷേത്ര മഹോത്സവത്തിനിടയിൽ കതിന പൊട്ടിക്കുന്നതിനിടെ പരിക്കേറ്റയാൾ മരിച്ചു. കൊണ്ടംപള്ളി മീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഏപ്രിൽ 15-നായിരുന്നു അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ ഗംഗാധരൻ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് മേലൂർ കൊണ്ടംപള്ളി ക്ഷേത്രം. ക്ഷേത്രങ്ങളിലേക്ക് കടന്നുകയറി ആചാരങ്ങളെ നശിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി. ഉത്സവങ്ങളിൽ വിപ്ലവഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് ആചാരങ്ങളെ അവഹേളിക്കാനാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം TVയോട് പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം പാടുന്നത് CPM ബോധപൂർവം ആചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ക്ഷേത്രങ്ങളിലേക്ക് കടന്നുകയറി ക്ഷേത്രാചാരങ്ങളെ ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നത്. വിപ്ലവഗാനം പാടുന്നതിന് പിന്നിലെ അജണ്ട എന്താണെന്ന് CPM വ്യക്തമാക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു. പാർട്ടി പതാകകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ഉത്സവങ്ങളെ അലങ്കോലപ്പെടുത്തുവാനും ഈ ആചാരങ്ങളെ അട്ടിമറിക്കുവാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് CPM അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CPMൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ പാർട്ടികളുടെ പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടി പതാകകൾ, പാർട്ടികളുടെ വിപ്ലവഗാനങ്ങൾ ആചരിക്കുന്നത് CPM നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുവാൻ CPMൻ്റെ സംസ്ഥാന നേതൃത്വം മുതിരണം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള CPM ശ്രമത്തിനെതിരെ ഹൈന്ദവ സമൂഹത്തിൽ വലിയ പ്രതിഷേധമുയരുമെന്നും സന്ദീപ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം. 4ാം ഘട്ടത്തിലേക്ക്
പ്രാദേശിക തലങ്ങളിൽ ഉൾപ്പെടെ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയ ആശാവർക്കർമാർ പ്രതികാര നയം സ്വീകരിക്കുന്ന സർക്കാരിനോട് അനുനയമില്ലെന്നും ആശമാർ. 2022 മാർച്ച് 2 ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രിമേള ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്നതും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനവും ഇതുവരെ നടപ്പായിട്ടുമില്ല. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു വിരമിക്കൽ പ്രായം 62 വയസ്സായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കുക എന്നത്. ആ ഉത്തരവാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. 72 ദിവസങ്ങളായി ഉറച്ച ആത്മവിശ്വാസത്തോടെ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരത്തിന്റെ വിജയം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ ഇതോടൊപ്പം പഴയ ഉത്തരവ് പൂർണ്ണമായി പിൻവലിച്ച് വിരമിക്കൽ പ്രായം 65 വയസ്സായി നിശ്ചയിക്കുന്ന ഉത്തരവ് ഇറക്കണമെന്നതാണ് ആശമാരുടെ ആവശ്യം. ഇതിനിടെ സർക്കാർ മുഖം തിരിഞ്ഞു നിന്നപ്പോൾ സ്വന്തം നിലയിൽ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം കൂട്ടി നൽകാൻ തീരുമാനിച്ച തദ്ദേശ സ്ഥാപന ഭരണാധികാരികളെ ഇന്ന് സമരവേദിയിൽ വെച്ച് ആദരിക്കും. ജനം, തിരുവനന്തപുരം. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.